ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഇദാ ജാഅക്കൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞത് മദീനയിലെ മുനാഫിഖീങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രസിദ്ധനായ ആൾ മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ്. പിന്നെ അയാളോടൊപ്പം ഉണ്ടായിരുന്നത് മുഅ്തബ് ഇബ്നു ഖുശൈർ, ജിദ് ഇബ്നു ഖൈസ്. ഈ 3 പേരാണ് മദീനയിലെ പ്രസിദ്ധരായ മുനാഫിഖീങ്ങൾ. അവരൊക്കെ പിതൃവ്യ സഹോദരന്മാരായിരുന്നു, അതായത് എളാപ്പ മൂത്താപ്പ മക്കളായിരുന്നു. അപ്പൊ അവരെ പറ്റി പറഞ്ഞു ഫസദ്ദു അൻ സബീലില്ല ذلك بانهم امنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون واذا رايتهم تعجبك اجسامهم وان يقولوا تسمع لقولهم كانهم خشب مسنده يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أن يؤفكون. അല്ലാഹു തആല അവരുടെ സ്വഭാവങ്ങൾ ഇനിയും പറയുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിച്ചു അല്ലെങ്കിൽ തെറ്റി. രണ്ടർത്ഥവും ഫസദ്ദു അൻ സബീലില്ല എന്നതിന് പറയാം. സ്വദ്ദ എന്നത് ലാസിമായി മുഅ്തദിയായിട്ടും ഉപയോഗിക്കാം. ലാസിമായി ഉപയോഗിക്കുമ്പം സുദൂദിൽ നിന്നാണ്. ഫസദ്ദു അവർ തെറ്റിക്കളഞ്ഞു അൻ സബീലില്ല അള്ളാഹിന്റെ മാർഗത്തെ തൊട്ട്. അപ്പൊ സ്വദ്ദ യസുദ്ദു സുദൂദാവും. അല്ലെങ്കിൽ ഔ സ്വറഫുൽ മുഅ്മിനീന അൻ ഇഖാമത്തി ഹുക്മില്ലാഹി അലൈഹിം, അവരുടെ സത്യങ്ങളെ അവര് മറയാക്കിയിട്ട് എന്താ അവർ ചെയ്തത്? ഇത്തഖദു ഐമാനഹും ജുന്നത്തൻ ഫസദ്ദു അൻ സബീലില്ല. ഒന്നിരിക്കൽ അവർ സ്വയം അള്ളാഹിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിക്കളഞ്ഞു, അത് സുദൂദിൽ നിന്ന്. അല്ലെങ്കിൽ ഫസദ്ദു ജനങ്ങളെ അവർ തെറ്റിച്ചു, അപ്പൊ അതിൽ നിന്ന് എന്തെന്നാവും? സ്വദ്ദിൽ നിന്നാവും. ഫഹുവ സ്വദ്ദി, ജനങ്ങളെ അവർ തെറ്റിച്ചു. സ്വദ്ദ യസുദ്ദു സ്വദ്ദ് എന്നും പറയും, സ്വദ്ദ യസുദ്ദു സുദൂദ് എന്നും പറയും. അവരുടെ സ്വഭാവങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിന്ന, ഏതൊരൊച്ച കേട്ടാലും അത് അവർക്കെതിരാണ് എന്നവർ കരുതും മുനാഫിഖീങ്ങൾ. ആയത്തിന്റെ സാരങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കുല്ലമാ വഖഅ അംറുൻ ഔ കായിനത്തുൻ ഔ ഖൗഫുൻ, എന്തൊരു സംഭവം ഉണ്ടായാലും ഒരു പേടി ഉണ്ടായാലും യഅതഖിദൂന ലിജുബ്നിഹിം, അവരുടെ ഭീരുത്വം കാരണമായി അവർ കരുതും അന്നഹു നാസിലും ബിഹിം, ഇത് ഞങ്ങളുടെ വരുന്നതാണ്, ഞങ്ങൾക്കെതിരിലുണ്ടാവുന്നതാണ്. ഇത് മുനാഫിഖീങ്ങളുടെ സ്വഭാവത്തെ പറ്റി സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. അശിഹത്തൻ അലൈക്കും ഫഇദാ ജാഅൽ ഖൗഫു റഅയ്തഹും യൻദുറൂന ഇലൈക തദൂറു അയ്യുനുഹും കല്ലദീ യുഗ്ഷാ അലൈഹി മിനൽ മൗത്ത്. എന്തെങ്കിലും ഒരു പേടി ഉണ്ടായാൽ പിന്നെ മരിക്കാൻ കിടക്കുന്ന ആളെ മാതിരി കണ്ണൊക്കെ ഇങ്ങനെ ആകാശത്തേക്ക് ചുറ്റിയിട്ട് കാണാം. ഫഇദാ ദഹബൽ ഖൗഫ്, പേടിയോട് പോയാൽ സലഖൂകും ബിഅൽസിനത്തിൻ ഹിദാദിൻ, ഭയങ്കര മൂർച്ചയുള്ളതാക്കൊണ്ട് വർത്താനം പറയാനും തുടങ്ങും. ഇതാണ് മുനാഫിഖീങ്ങളുടെ സ്വഭാവം. പേടി വന്നാൽ വലിയ പേടി തൊണ്ണന്മാരേക്കാരം, അതേ സമയത്ത് പേടിയോട് മാറിയാൽ പിന്നെ വലിയ വർത്താനത്തിന്റെ ആൾക്കാരും വയ്ക്കാരം. അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞു വഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, നബിയെ തങ്ങൾ അവരെ കണ്ടാൽ അവരുടെ ശരീരങ്ങൾ തങ്ങളെ ആശ്ചര്യപ്പെടുത്തും. വയഖൂലു തസ്മഉ ലിഖൗലിഹിം, അവർ പറഞ്ഞാലോ വല്ല വാക്കും പറഞ്ഞ ആ വാക്കിങ്ങനെ കേട്ടിരുന്നു പോകും. എന്താ കാര്യം? ഖാല ഇബ്നു അബ്ബാസ് കാന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് വസീമൻ ജസീമൻ സഹീഹൻ സബീഹൻ ദലിഖൽ ലിസാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് വസീമൻ, നല്ല സുന്ദരനായിരുന്നു. വസീം എന്ന് പറഞ്ഞാൽ മുഖശ്രീയുള്ള ആള്, സൗന്ദര്യമുള്ള ആള്, ഹാൻസം. ജസീമൻ നല്ല തടിയുള്ള ആളായിരുന്നു. സഹീഹൻ നല്ല ആരോഗ്യമുള്ള ആള്. സബീഹൻ പ്രസാദമുള്ള ആള്, മുഖപ്രസാദമുള്ളവൻ. ഒരു മനുഷ്യൻ എന്തൊക്കെയാണോ ആഗ്രഹിക്കുക ദുനിയാവില് അതൊക്കെ ഉള്ള നല്ല സൗന്ദര്യവും മുഖപ്രസാദവും ആരോഗ്യവും ശരീരപുഷ്ടിയുള്ള ആള്. ദലിഖൽ ലിസാനി, നാവിങ്ങനെ എന്താ പറയാ, വാക്ചാതുര്യമുള്ളവൻ. ഒരു വാക്ക് ചാതുര്യമുള്ള ചില ആളുകൾ ഉണ്ടാവുമല്ലോ, പറഞ്ഞങ്ങോട്ട് കേൾക്കാൻ ഇങ്ങനെ തോന്നിപ്പോവും. അജാദ് ഇമ്പമുള്ള വർത്താനം പറഞ്ഞാള്. ഫൈദാ ഖാല സമിഅ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലതഹു, നബി തങ്ങൾ പോലും കേട്ടിരുന്നു പോകും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് വല്ല വർത്താനം പറഞ്ഞ. വസഫഹു അല്ലാഹു ബിതമാമി സൂറത്തി വഹുസ്നിൽ ഇബാന, സുവ്യക്തമായി സംസാരിക്കാനുള്ള കഴിവുകൊണ്ടും ആകാര വടിവ് കൊണ്ടുമാണ് അല്ലാഹു തആല അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ വിശേഷിപ്പിച്ചത്. ഖാല കാനൂ റിജാലൻ അജ്മല ഷൈഇൻ, വളരെയേറെ അഴകുള്ളവരായിരുന്നു അവരൊക്കെ. മദീനയിലെ മുനാഫിഖീങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ, എളാപ്പ മൂത്താപ്പ മക്കളവരൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ശരീരത്തിന്റെ ആ സൗഷ്ഠവവും ഭംഗിയും അതുപോലെ സംസാരത്തിന്റെ വൈഭവമൊക്കെ പാരമ്പര്യമായി തന്നെ അവർക്കൊക്കെ ഉണ്ടായിരുന്നു. കാന്നഹും ഖുശുബുൻ മുസന്നദ, വല്ല ചാരിവെച്ച മരത്തടികളെ പോലെ. ശബ്ബഹും ബി ഖുശുബിൻ മുസന്നദ, എന്താ ചാരിവെച്ച തടി, ഇലൽ ഹായിത്ത്, ഒരു ചുമരിലേക്കൊക്കെ ചാരിവെച്ച, മതിൽമൽ ഇങ്ങനെ കൊണ്ടുപോയി ചാരിവെച്ച തടി എന്ന് സാദൃശ്യപ്പെടുത്താൻ കാര്യം ലാ യസ്മഊന വലാ യഅഖിലൂൻ, ചാരിവെച്ച തടിക്ക് ഒന്നും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയില്ല, കാണാനിങ്ങനെ മെച്ചുണ്ടാവുള്ളൂ, കാര്യത്തിനൊന്നും പറ്റൂല. അഷ്ബാഹും ബില അർവാഹ് വ അജ്സാമും ബില അഹ്ലാം, ബുദ്ധിയില്ലാത്ത കുറെ ശരീരങ്ങളും ആത്മാവില്ലാത്ത കുറെ രൂപങ്ങളും.
വക്കീല മറ്റൊരു അഭിപ്രായം, ചാരിവെച്ച മരത്തടികളോട് സാദൃശ്യപ്പെടുത്താൻ കാര്യം ഫഹിയ മുസ്നദത്തും ബിഗൈരിഹാ ലാ യഅലമു മാ ഫീ ബത്നിഹാ, എന്താണ് അതിന്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാവില്ല, അത് വേറൊന്നും ചാരി നിൽക്കുക, സ്വയം നിൽക്കാൻ കഴിയാത്തതാണ്. സ്വയം നിൽക്കാൻ കഴിയുന്ന ഒരു മരത്തടിക്ക് കാതലുണ്ടെന്ന് മനസ്സിലാക്കാം. ചാരി വെച്ച മരത്തടിക്ക് കാതലുണ്ടോ അല്ലേ, ഉള്ളു പൊള്ളയാണോ അല്ലേ എന്ന് തിരിയാൻ കഴിയില്ല. മുഖാത്തിനു സുദ്ദി എന്നവരും പറഞ്ഞു, ഐ ഇദാ നാദാ മുനാദിൻ ഫിൽ അസ്കരി അനിൻ ഫലതത് ദാബത്തുൻ ഔ അൻഷദത് ളാല്ലത്തുൻ ളന്നു അന്നഹുൽ മുറാദൂൻ. സൈനിക ക്യാമ്പിൽ ആരെങ്കിലും ഒരു മൃഗം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വീണ് കിട്ടീന് എന്നൊക്കെ പറഞ്ഞാലും സ്വാഭാവികമായി അത്തരമൊരു അനൗൺസ്മെന്റ്, എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് ക്യാമ്പിൽ നടന്നാൽ ഇവർ വിചാരിക്കും ഞങ്ങളാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. കാരണം ലിമാഫി ഖുലൂബിഹിം മിനർ റുഅബ്, ഹൃദയത്തിൽ പേടിയുള്ളവൻ. അഖ്തൽ പറഞ്ഞിട്ടുണ്ട്, മാസിൽ തഹ്സിബു കുല്ല ഷൈഇൻ ബഅദഹും ഖൈറൻ തകുറു അലൈഹിം വരിജാല. അവർ വന്നു പോയാലെ ആരെ കണ്ടാലും ആക്രമിക്കാൻ വരുന്ന കുതിരപ്പടയും മനുഷ്യരുമാണ് എന്ന് വിചാരിക്കുന്നു. പേടിക്കണമെന്നവർ കണ്ടാൽ പിന്നെ കാണുന്നതൊക്കെ അതേ കാരണം. തീ കൊണ്ട് ഏറുകൊണ്ടതിന് മിന്നാമിനിങ് കണ്ടാലും പേടിയെന്ന് പറഞ്ഞാൽ മുനാഫിക്കങ്ങളുടെ സ്വഭാവതാണ്. അവർക്ക് എന്തൊരച്ച കേട്ടാലും അത് അവരെ പറ്റിയാണെന്നേ കരുതുള്ളൂ. എന്തായാലും അവരുടെ ശരീരങ്ങളുടെ സൗഷ്ഠവും അല്ലെങ്കിൽ ഭംഗിയുമൊക്കെ അതുപോലെ തന്നെ അവരുടെ വാക്കിന്റെ സാമർഥ്യവുമൊക്കെ ഉണ്ടായിട്ടും അവരെ ചാരിവെച്ച മരത്തടികളെ പോലെ സാദൃശ്യമാക്കാൻ കാര്യം ആലൂസിയിൽ പറഞ്ഞു, ഷായർ പറഞ്ഞതുപോലെയാണ്, ലാ യഖ്ദഅന്നക ലിഹാവ ലസ്സുവർ തിസ്അതു അശാരി മൻ തറാ ബഖർ തറാഹുമു കസ്സഹാബി മുൻതശിറ വലൈസ ഫീഹാ ലിതാലിബിൻ മതർ ഫി ഷജരി സർവി മിൻഹും ശബഹ ലഹു റുവാഉൻ വമാ ലഹു സമർ. ലാ യഖ്ദഅന്നക ലിഹാവ ലസ്സുവർ, താടിൻ രൂപമൊന്നും എന്നെ ചതിക്കണ്ട. തിസ്അതു അശാരി മൻ തറാ ബഖർ, ഈ കാണുന്ന 10-9 മൂരികളേക്കാരാണ്. ആൾക്കാരെ താടി കണ്ടിട്ടും രൂപം കണ്ടിട്ടും ചതിപ്പെടാൻ പോകണ്ട. വലിയ താടിയും അല്ലെങ്കിൽ വലിയ രൂപമൊക്കെ കണ്ടാൽ ഭയങ്കര, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നീ കാണുന്ന 10-9 ബക്കറാണ്. തറാഹുമു കസഹാബി മുൻതശിറ, എവിടെ നോക്കിയാലും മേഘങ്ങൾ, വന്ധ്യമേഘങ്ങൾ. വലൈസ ഫീഹാ ലിതാലിബിൻ മതർ, അതൊന്നും മഴ പെയ്യിക്കൂല. കാണുന്ന മേഘമൊക്കെ പാടെ മഴ പെയ്യാണെങ്കിൽ ദുനിയാവിൽ ഇഷ്ടം പോലെ മഴ ഉണ്ടാവും. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഹുമുൽ അദുവ്വു ഫഇന്ന അഅദൽ അആദി അൽ അദുവ്വുൽ മുദാജി അല്ലദി യുകാശിറുക വതഹ്ത ളുഹി ദാഉദ്ദവി കകസറിൻ മിൻ അബ്നാഇ സമാൻ. അവരാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ശത്രു ഉള്ളിലുള്ള ശത്രുവാണ്. കകസീരിൻ മിൻ അബ്നാഇ സമാൻ, ഇക്കാലത്തെ അധിക പേരെയും
ക്ഷീണം വന്നു. ഫജലസ വമദ്ദ റിജ്ലൈഹി, ഇരുന്നു കാല് നീട്ടി. ഫഹതഫ ബിഹി ഹാതിഫുൻ, അപ്പോൾ ഒരു അശരീരി കേൾക്കാറായി, അഹാകദാ തുജാലിസുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ അടുക്കൽ ഇങ്ങനെയാണോ ഇരിക്കലെന്ന്. രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് ക്ഷീണിച്ചപ്പോ ഇരുന്ന് കാല് നീട്ടിയപ്പോഴാണ് അശരീരി കേട്ടത് രാജാക്കന്മാരുടെ മുമ്പിൽ ഇങ്ങനെ കാല് നീട്ടിയിരിക്കുമോ. വക്കാനൽ ഹരീരി ലാ യമുദ്ദു റിജ്ലൈഹി ഫിൽ ഖൽവ, ഖൽവത്തിലിരിക്കുമ്പോഴും കാല് നീട്ടാറുണ്ടായിരുന്നില്ല ഹരീരി. വയഖൂലു, അദ്ദേഹം പറയുമായിരുന്നു, ഹിഫ്ദുൽ അദബി മഅല്ലാഹി അഹഖ്, അല്ലാഹുവിനോട് ഹിഫ്ദ് പാലിക്കേണ്ടതാണ്, അദബ് പാലിക്കേണ്ടതാണ്, അതുകൊണ്ട് കാല് നീട്ടിയിരിക്കൂല. വഹാദാ മിൻ അദബി മൻ അറഫ മഅനൽ ഇസ്മിൽ മുഹൈമിൻ, അല്ലാഹുവിന്റെ മുഹൈമിൻ എന്ന ഇസ്മിന്റെ അർത്ഥം അറിഞ്ഞവൻ അത് മനസ്സിലാക്കും. ഫഇന്ന മൻ അറഫ മഅനാഹു യകൂൻ മുസ്തഹിയൻ മിൻ ഇത്ലാഹി തആല അലൈഹി, അല്ലാഹു തആല അവന്റെ മുഴുവൻ കാര്യങ്ങളെയും കാണുന്നുണ്ട് എന്ന അറിവാണ് മുഹൈമിന് എന്ന സിഫത്തിന്റെ അർത്ഥമറിഞ്ഞവനുണ്ടാവുക. അതുകൊണ്ട് തന്നെ കാലു നീട്ടിയിരിക്കുമ്പോ വഹുവൽ മുറാഖബത്തു ഇൻദ അഹ്ലിൽ ഹഖീഖ, ഹഖീഖത്തിന്റെ അഹ്ലുകാർ മുറാഖബ എന്നൊക്കെ പറഞ്ഞത് ഇതിനാണ്. എന്റെ എല്ലാ അവസ്ഥയും അല്ലാഹ് ഇങ്ങനെ അറിയുന്നു എന്ന വിശ്വാസത്തിലും ബോധത്തിലും ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കാലു നീട്ടിയിരിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ വലിയ തടിയും വണ്ണമൊക്കെ ഉള്ളവരാ മുനാഫിഖീങ്ങൾ, മദീനത്തെ അന്നത്തെ മുനാഫിഖീങ്ങൾ. ഈ തടിയും വണ്ണവും വാക്ചാതുര്യൊന്നും അവരെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. ഒരു ഹദീസിലുണ്ട്, ഇന്നഹു ലയഅതി റജുലുൽ അളീമുസ് സമീനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തടിയനായ വലിയ മനുഷ്യൻ വരും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര കൂടി ഓന് തൂക്കണ്ടാവില്ല. ആള് ഭയങ്കര തടിയും വണ്ണും, കണ്ടാൽ ആജാനുബാഹുവായ ആര് കണ്ടാലും നീച്ചു നിൽക്കാറുണ്ടായിരുന്ന മനുഷ്യൻ. പക്ഷെ അള്ളാന്റെ അടുക്കൽ വരുമ്പോ ഈ ദുനിയാവിലെ കനൊന്നും ഉണ്ടാവൂല, ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലും ഉണ്ടാവൂല. അതേ സമയത്ത് മുഅ്മിന്റെ ഉദാഹരണമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസലുൽ മുഅ്മിനി മസലുസ് സുംബുലത്ത് യുഹർരികു ഹർരിഹു ഫതഖൂമു മറതൻ വതഖഉ ഉഖറ. ഒരു മുഅ്മിന്റെ ഉദാഹരണം ഒരു ചെടിയുടെ തണ്ട് പോലെയാ. അത് കാറ്റ് അങ്ങോട്ട് ആട്ടും, മറ്റു സമയത്ത് ഇങ്ങോട്ട് ആട്ടും. കാറ്റിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എണീറ്റ് നിൽക്കാൻ പോലും പലപ്പോഴും മുഅ്മിന് കഴിയില്ല. വമസലുൽ കാഫിരി മസലുൽ അർസത്തി ലാ തസാലു ഖായിബതൻ ഹത്താ തൻഖുർ. കാഫിറിന്റെ ഉദാഹരണം ദേവദാരു മരം പോലെയാണ്. അർസത്ത് ലാ തസാലു ഖായിമത്തൻ, അതങ്ങനെ നിൽക്കും, ഹത്താ തൻഖുർ, ഒന്നായിട്ട് ഒറ്റ വീഴലേക്കാരം. മറ്റൊരു റിവായത്തിൽ ഹത്താ യകൂന ജിആബുഹാ മറത്തൻ വാഹിദ, അടിതെറ്റിയിൽ വീഴലുണ്ടാവുള്ളൂ, അതുവരെ ഇങ്ങനെ ഉറച്ചു നിൽക്കും. അപ്പൊ ദുനിയാവിൽ ഒരാൾക്ക് ഇങ്ങനെ വലിയ സ്ഥൈര്യവും കഴിവും സാമർത്ഥ്യമൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും അള്ളാന്റെ അടുക്ക് എത്തുമ്പോ ഈമാൻ ഇല്ലെങ്കിൽ കാര്യം ഉണ്ടാവൂല. നമ്മൾ ആദ്യം പറഞ്ഞു ഈമാൻ ഉണ്ടാകുമ്പോഴൊക്കെ നല്ല സ്വഭാവമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുർ അൽ മുഅ്മിനൽ ഖവിയ്യന, അല്ലാഹു തആല ശക്തനായ മുഅ്മിനെ ഇഷ്ടപ്പെടുന്നു എന്ന്. ഈമാൻ ഉണ്ടാകുമ്പോൾ അതൊക്കെ നല്ലതാ. അല്ലാഹു തആല പറഞ്ഞല്ലോ, വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി, ഭരണാധികാരത്തിന്റെ പരിധിയിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞതാണത്. ബസ്തത്തുൻ ഫിൽ ഇൽമി, എൽമിന് മാത്രല്ല, വൽ ജിസ്മി, തടിയിലൊക്കെ ഒരു ബസ്തത്ത് വേണം. ആൾ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടാവുക, വലിപ്പുണ്ടാകുക, അതൊക്കെ ഒരു അധികാരത്തിന് ആവശ്യം. അബൂദർ റളിയല്ലാഹു അൻഹു അധികാരം ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇന്നക ലഈഫ്, അബൂദർറെ നീ ദുർബലനാണ്, വഇന്നഹ അമാന, ഇതൊക്കെ വലിയ ഉത്തരവാദിത്തം. അപ്പൊ ദൗർബല്യം പലപ്പോഴും ഭരണാധികാരങ്ങൾ ഏൽക്കാൻ തടസ്സം തന്നെയാണ്, ശരീരത്തിന്റെ ദൗർബല്യം. ബസ്തത്തുൻ ഫിൽ ഇൽമി വൽ ജിസ്മി, ഇൽമിനും ജിസ്മിനും ബസ്തത്ത് വേണം. പക്ഷെ അതൊക്കെ ഈമാൻ ഉണ്ടാവുമ്പോഴാ. ഈമാൻ ഇല്ലാതെ തടിയൊക്കെ വലുത്, വർത്താനൊക്കെ ഉഷാറ്, അതുകൊണ്ടൊന്നും അള്ളാന്റെ അടുക്കൽ ഒരു കാര്യം ഉണ്ടാവില്ല. വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, ഇനി അവരുടെ മറ്റൊരു സ്വഭാവം, അവരോട് പറയപ്പെട്ടു, നിങ്ങൾ വരി, അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, കാര്യം ഏതായാലും ഈ കോലത്തിലൊക്കെ ആയി. ഇനി നിങ്ങൾ ഒരു പരിഹാരം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗ്ഫാർ ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ അതിനവരെ കിട്ടൂല. ലവ്വൂ റൂസഹും, അവരുടെ തലയെ തെറ്റിച്ചു കളഞ്ഞിട്ട്, വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അഹങ്കാരികളായി അവരെങ്ങനെ തിരിഞ്ഞു നടക്കുന്നത് തങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഇബ്നു കസീർ ഈ സംഭവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ആ കൂട്ടത്തിൽ ഒന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂല് ലഹു മഖാമു യഖൂമുഹു കുല്ല ജുമുഅത്തിൻ ലാ യുൻകർ, എല്ലാ വെള്ളിയാഴ്ചയും മൂപ്പർക്ക് ആരും എതിർക്കാതെ മദീനത്തെ പള്ളിയിൽ മൂപ്പർക്ക് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ടായിരുന്നു.
ശറഫൻ ലഹു മിൻ നഫ്സിഹി വമിൻ ഖൗമിഹി, ഞാൻ അതിന് യോഗ്യനാണെന്ന് മൂപ്പർ ആൾക്കാരും വിചാരിക്കാൻ മാത്രമുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചു. ആള് വലിയ ആളെന്നായിരുന്നു ഖൗമില്. അതുകൊണ്ട് അവർ കൽപ്പിച്ചരുളിയ ഒരു സ്ഥാനം. വകാന ഫീഹിം ഷരീഫൻ ഇദാ ജലസ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅത്തി വഹുവ യഖ്തുബു നാസ് ഖാം ഫഖാല അയ്യുഹൻ നാസ്. നബി തങ്ങള് പ്രസംഗിക്കാൻ വേണ്ടി മിമ്പറിൽ കയറിയിട്ട് ഇരുന്നാൽ ആദ്യം മൂപ്പരെന്ന് എണീറ്റിട്ട് പറയും, ജനങ്ങളെ ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അദ്ഹുരിക്കും, ഇതാ നബി തങ്ങൾ നിങ്ങളുടെ ഇടയിൽ അക്രമക്കുമുല്ലാഹു ബിഹി, അല്ലാഹു തആല ഈ പ്രവാചകനെ കൊണ്ട് നിങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, വഅസ്സക്കും ബിഹി, നിങ്ങളെ ഇസ്സത്തിലാക്കിയിട്ടുണ്ട്, ഫൻസുറൂഹു വഅസിറൂഹു, അതുകൊണ്ട് ഈ നബിയെ നിങ്ങളും സഹായിക്കണം, നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം, വസ്മഉ ലഹു വഅതിഉ, നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുമ്മ ജലസ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇരിക്കും. അപ്പൊ സദസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയാ മറ്റുള്ളവരുടെ മഹത്വത്തെ തന്റെ മഹത്വമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ പറയുന്നത് കേൾക്കാൻ സ്വഹാബത്തിന് ആരുടെയും ശുപാർശ ആവശ്യമില്ല. എന്നാലും അതിന്റെ ഇടയിൽ ആളാവാൻ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് അങ്ങനെ എഴുന്നേറ്റ് പറയുമായിരുന്നു. ഹത്താ ഇദാ സ്വനഅ യൗമ ഉഹദിൻ മാ സ്വനഅ, ഉഹദ് ദിവസം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് 3 സൈന്യവുമായി യഅനി മർജിഅഹു ബിസുലുസിൽ ജയ്ഷ്, 3 സൈന്യത്തെയുമായി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മടങ്ങിപ്പോന്നപ്പോ വറജഅ അന്നാസ് ഖാമ യഫ്അലു ദാലിക, അടുത്ത വെള്ളിയാഴ്ചയും ഇങ്ങനെ ചെയ്യാൻ പോയി. അപ്പൊ ഫാഖദൽ മുസ്ലിമൂന ബി സിയാബിഹി മിൻ നവാഹി, മുസ്ലിങ്ങളൊക്കെ വസ്ത്രങ്ങൾ വലിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഇങ്ങനെ ആളാണ്ടായിരുന്നു. ഖാലു ഇജ്ലിസ് ഐ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു നീ ഇരിക്കു, ലസ്തലി ദാലിക ബിഅഹ്ലി, ഇതൊന്നും പറയാൻ നീ ആളല്ല. ഉഹദിൽ നബി തങ്ങളെ വഞ്ചിച്ചിട്ട് 3 സൈന്യത്തെ പിന്തിരിപ്പിച്ച നീ ഇനി ഇതൊന്നും പറയണ്ട. വഖദ് സ്വനഅത മാ സ്വനഅത. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ആൾക്കാരുടെയൊക്കെ പുറത്തൂടെ ചാടിക്കടന്നിട്ട് ഞാൻ നല്ല കാര്യം പറയാൻ പോകുമ്പോൾ ഇവരൊക്കെ പാടെന്നെ പ്രശ്നമാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പുറത്ത് കണ്ട ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനോട് ചോദിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക്, നീ സംഭവം അറിയാത്തവര്? അവരോട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പറഞ്ഞു, ഞാൻ നബി തങ്ങളുടെ കാര്യം ശരിയാക്കാൻ വേണ്ടി, നബി തങ്ങൾക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരെന്നെ ആക്രമിക്കാനാ തുനിഞ്ഞത്. അപ്പോഴും പുറത്തുള്ള ആളുകളും പറഞ്ഞു, ഇർജി യസ്തഗ്ഫിർ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മടങ്ങി എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ഫഖാല വല്ലാഹി മാ അബ്തഗി അൻ യസ്തഗ്ഫിറ ലി. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പറഞ്ഞു, എനിക്ക് അങ്ങനെ നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യണ്ട എന്ന് മാത്രല്ല, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പറഞ്ഞു, ലമ്മാ ലവ്വാറസു, പിന്തിരിഞ്ഞ് നടന്നപ്പോ, അമർത്തുമൂനി അൻ ഊമിന ഫഖദ് ആമൻതു, നിങ്ങൾ എന്നോട് വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിശ്വസിച്ചു. വാൻ ഉഅ്തിയ സകാത്ത മാലി ഫഖദ് അഅതൈതു, പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞു സക്കാത്ത് കൊടുക്കണം, അപ്പൊ ഞാൻ അതും കൊടുത്തു. ഫമാ ബഖി ഇല്ലാ നസ്ജുദ ലി മുഹമ്മദ്, ഞാൻ മുഹമ്മദിന് സുജൂദ് ചെയ്യണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലുള്ള ആ വെറുപ്പാണ് അവസരം ഉണ്ടാകുമ്പോൾ പുറത്തു വരിക. ആ ദേഷ്യത്തിലവൻ പറഞ്ഞു, നിങ്ങളൊക്കെ മുഅ്മിനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ മുഅ്മിനായി, നിങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ സക്കാത്ത് കൊടുത്തു, ഇനിയിപ്പോ ഞാൻ അവിടെ പോയി സുജൂദും ചെയ്യണം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ അനുസരിക്കാൻ മനസ്സുണ്ടായിട്ടല്ല ഇതുവരെ അനുസരിച്ചത്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി സുജൂദ് ചെയ്യണമെന്ന് വെച്ചത്. ഇങ്ങനെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പര്യായമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇദാ റഅയ്ത അർറജുല ലജൂജൻ മുഅ്ജിബൻ ബിറഅയിഹി ഫഖദ് തമ്മത് ഖസാറതുഹു, ഒരു മനുഷ്യനെ തർക്കിക്കുന്നവനായി ആവശ്യമില്ലാതെ ഇങ്ങനെ തർക്കിക്കുക, ഒച്ചയും വിളി ഉണ്ടാക്കുക. ലജൂജ് എന്ന് പറഞ്ഞാൽ ലജ്ജാറിന് ഒച്ചയും വിളി ഉണ്ടാക്കുക, ഒരു കാര്യം ഉണ്ടാവില്ല, ആട്ട് തർക്കിക്കും, വർത്താനം പറഞ്ഞിട്ട് ശബ്ദ കോലാഹലം ഉണ്ടാക്കുക. മുഅ്ജിബൻ ബിറഅയിഹി, ഓന്റെ അഭിപ്രായം തന്നെ സ്വീകരിക്കുള്ളൂ, അവനവന്റെ അഭിപ്രായം കൊണ്ട് മാത്രം സംതൃപ്തിയുടെ, വേറുള്ളവർ പറഞ്ഞതൊന്നും കേൾക്കൂല. ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് അവനവന്റെ അഭിപ്രായത്തെ സമർത്ഥിക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് കണ്ടാൽ ഫഖദ് തമ്മത്ത് ഖസാറത്തു, മൂപ്പര കഥ കഴിഞ്ഞാണ്, അവന്റെ പരാജയം പൂർത്തിയായിട്ടുണ്ട് എന്ന് അതിനർത്ഥം. മനുഷ്യൻ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അനാവശ്യമായ ശബ്ദബഹളം ഉണ്ടാക്കരുത്. സ്വയം നമ്മളൊക്കെ ചിന്തിക്കണം, അതൊക്കെ നമ്മളിലുണ്ടോന്ന്. ഒരു സദസ്സ് കാട്ടെത്തിയ വർത്താനായിട്ട് പറഞ്ഞിട്ട് അവനാ പറഞ്ഞതായിട്ട് അംഗീകരിപ്പിക്കുക, ഒച്ചയും വിളി ഉണ്ടാക്കുക. ഇതൊക്കെ ഒരു മേന്മയാണ്, മികവാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖദ് തമ്മത്ത് ഖസാറതുഹു, മൂപ്പരുടെ പരാജയം പൂർത്തിയായി എന്ന് അതിന്റെ അർത്ഥം. നബി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, ഇക്കൂട്ടർക്കൊന്നും തങ്ങൾ പുറത്താക്കലിനെ തേടിയാലും വേണ്ടില്ല, തേടില്ലെങ്കിലും വേണ്ടില്ല, അല്ലാഹു തആല അവർക്ക് എന്തായാലും ഇപ്പൊ പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടികളായ ജനങ്ങളെ നന്നാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. എന്താണ് അങ്ങനെ നബി തങ്ങളോട് അല്ലാഹു തആല പറയാൻ കാര്യം? സൂറത്ത് തൗബയിലുണ്ട്,
ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. സൂറത്ത് തൗബയിലാണ് മുനാഫിഖീങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. സത്യത്തിൽ മുനാഫിഖീങ്ങളുടെ പേരിൽ ഒരു സൂറത്തുണ്ടെങ്കിലും ഈ സൂറത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മുനാഫിഖീങ്ങളുടെ സ്വഭാവങ്ങളും അവരുടെ ദോഷങ്ങളുമൊക്കെ ഏറ്റവും അധികം പറഞ്ഞത് സൂറത്ത് തൗബയിലാണ്. ബറാഅത്തും മിനല്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലാണ്. തബൂക്ക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. മുനാഫിഖീങ്ങൾ അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയ ഒരു ഘട്ടം തന്നെയാണ് തബൂക്കിൽ. എന്നും വിഷമം തന്നെ, ഉഹദ് മുതലൊക്കെ വിഷമം തന്നെ. പക്ഷെ അതോടൊപ്പം തബൂക്ക് യുദ്ധത്തിലുണ്ടായ പല കാര്യങ്ങളെ പറ്റിയും ആണ് സൂറത്ത് തൗബയിൽ വന്നത്. യുദ്ധത്തിന് പോകാതിരിക്കുക, മുഖല്ലഫീങ്ങളായി നിൽക്കുക, അതിനെപ്പറ്റിയൊക്കെ സൂറത്ത് തൗബ വിശദമായി പറഞ്ഞു. ഇവിടെ പറഞ്ഞത് സൂറത്തുൽ മുനാഫിഖീൻ പറഞ്ഞത് ബനുൽ മുസ്തലഖ് യുദ്ധമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായി. ചിലർ ഇത് രണ്ടും കൂട്ടിച്ചേർത്തിട്ട് തബൂക്ക് യുദ്ധം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ശരിയായ മുഫസ്സിരിങ്ങൾ കൂടുതൽ ശരിയാക്കി പറഞ്ഞ അഭിപ്രായം ഇത് ഇവിടെ പറഞ്ഞത് ബനുൽ മുസ്തലഖ് യുദ്ധമാണ്. മുറൈസി എന്ന സ്ഥലത്ത് നടന്ന യുദ്ധമാണ് ഹിജ്റ 6-ാം വർഷത്തിൽ. അതുകൊണ്ട് അതിനെ പറ്റിയുള്ള പരാമർശങ്ങളാണ് ഇവിടെ വന്നത്. മറിച്ച് തബൂക്ക് യുദ്ധത്തെ പറ്റിയുള്ള പരാമർശമാണ് അവിടെ വന്നത്. അവിടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. നബിയെ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക, അല്ലെങ്കിൽ പൊറുക്കലിനെ ചോദിക്കാതിരിക്കുക. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, തങ്ങൾ അവർക്ക് വേണ്ടി 70 തവണ പൊറുക്കലിനെ ചോദിച്ചാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കൂല. ദാലിക ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും നിഷേധിച്ചവരാണ് അവർ. അല്ലാഹു തആല അങ്ങനത്തെ തമ്മാടികളെ ഒന്നും ഇപ്പൊ നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുനാഫിഖീങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യപ്പെടാൻ അർഹരല്ല എന്നാണ് അല്ലാഹു തആല ഇതിലൂടെ പറയുന്നത്. അതുകൊണ്ട് 70 തവണ തന്നെ തങ്ങൾ ചോദിച്ചാലും പൊറുക്കലിന് പുറത്തു കൊടുക്കൂല. വഖീല, ഇബ്നു കസീർ തങ്ങൾ ഇവിടെ പറഞ്ഞു ബല്ലഹ മഫ്ഹൂമൻ. അപ്പൊ എന്താ അതിനർത്ഥം? 70 തവണ പൊറുക്കലിനെ ചോദിച്ചാലും പൊറുക്കലിന് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്തായാലും പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ 70 തവണ? അതൊരു വർധനവിന്റെ വാക്കാണ്. 70 എന്ന അറബികൾ എങ്ങനെ വർധനവിന് 70 തവണ ചോദിച്ചാലും കൊടുക്കൂല എന്നാൽ തീരെ കൊടുക്കൂല. പക്ഷേ മറ്റൊരർത്ഥമുണ്ട് 70 എന്ന് പറഞ്ഞതിന് മഫ്ഹൂമുണ്ട്. എന്ന് പറഞ്ഞാൽ 70-നേക്കാൾ കൂടിയാൽ ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ട്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയത്തു. 70 തവണ തന്നെ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും പൊറുക്കൂല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അസ്മഉ റബ്ബി ഖദ് റഖസ ലി ഫീഹിം, എന്റെ റബ്ബ് അവരുടെ കാര്യത്തിൽ എനിക്ക് അനുമതി തന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫവല്ലാഹി ലഅസ്തഗ്ഫിറന്ന അക്സറ മിൻ 70 മറ. 70 തവണ ചോദിച്ചാൽ പുറത്തു കൊടുക്കൂല എന്നല്ല പറഞ്ഞത്, ഞാൻ 70-നേക്കാൾ കൂടുതൽ തവണ ചോദിക്കുന്നു. നബി തങ്ങളുടെ റഹ്മത്താണ്, അതാണ് നബി തങ്ങളുടെ കാരുണ്യം. 70 തവണ പൊറുക്കലിനെ ചോദിച്ചാലും കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയാണ് ഞാൻ 70-ലധികം ചോദിക്കും, എങ്ങനെങ്കിലും അവർക്ക് പൊറുക്കലിന് കിട്ടട്ടെ എന്ന്. ആർക്കത്? നബി തങ്ങളെ പറ്റി ഇത്രമാത്രം വിഷമിപ്പിച്ച, ഇത്രമാത്രം പറഞ്ഞുണ്ടാക്കിയ ആളുകൾ, അവരുടെ കാര്യത്തിൽ പോലും നബി തങ്ങൾക്കുണ്ടായിരുന്ന താല്പര്യം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. മുഅ്മിനീങ്ങളാവാത്ത ആളുകളെ പറ്റിയാണ് നബി തങ്ങൾക്ക് വിഷമം. അവരെ പറ്റി ഓർത്തിട്ട് നബി തങ്ങൾ സ്വയം അപകടപ്പെടാൻ അടുത്താവുന്നു എന്നാ അല്ലാഹ് പറഞ്ഞത്. അത്ര വിഷമാണ്. അതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ. റഹ്മത്തുല്ലിൽ മുഅ്മിനീൻ എന്നല്ല, റഹ്മത്തുല്ലിൽ ആലമീൻ, സകല ലോകർക്കും അനുഗ്രഹമാണ്. ഏത് മുനാഫിഖിന്റെ കാര്യത്തിലും ഒരവസരം ഉണ്ടെങ്കിൽ നബി തങ്ങൾ അത് ഉപയോഗപ്പെടുത്തും. എന്നിട്ട് പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി 70 തവണയല്ല 70-ലധികം തവണ ഞാൻ പൊറുക്കലിനെ ചോദിക്കും. ലഅല്ലല്ലാഹ യഗ്ഫിറ ലഹും, പ്രശ്നം പുറത്തു കൊടുത്തെങ്കിലോ? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഇവിടെ തവണന്റെ കണക്കൊന്നും പറഞ്ഞില്ല. രണ്ടു സമാണ്. ലൻ യഗ്ഫിറ, ഒരിക്കലും പുറത്തു കൊടുക്കൂല. അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇബ്നു കസീർ തങ്ങൾ തന്നെ പറയാണ് ലമ്മാ സഖല അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം ഏറെ വൈകാതെ മരിക്കുകയും ചെയ്തു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് രോഗം കഠിനമായപ്പോൾ ഇൻതലഖ ഇബ്നുഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മകൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. ഫഖാല ഇന്ന അബീ ഖദ് ഇഹ്തദർ, എൻ്റെ വാപ്പ മരണാസന്നനായി കിടക്കുകയാണ്. ഫഉഹിബ്ബു അൻ തശ്ഹദഹു വതുസല്ലി അലൈഹി, നിങ്ങൾ അവിടെ വന്നിട്ട് വാപ്പാന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മകൻ വന്നിട്ട് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു, മസ്മുഖ്, എന്താ എൻ്റെ പേര് വെച്ചു. ഖാല അൽബാബ് ഇബ്നു അബ്ദില്ല, ഹുബാബ് എന്നായിരുന്നു പേര്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ബൽ അൻത അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുല്ല, നീ അബ്ദുല്ലാ തന്നെയാണ് നിന്റെ പേര് പറഞ്ഞു. ഹുബാബ് എന്ന് പറഞ്ഞത് ഇസ്മു ഷെയ്ത്താന്, ഷെയ്ത്താന്റെ പേരാണ് വേണ്ടാറുണ്ട്. അപ്പൊ അബ്ദുല്ലാഹിബിൻ ഉബയ്യന്റെ മകൻ അബ്ദുള്ളയാണ്, അത് നബി തങ്ങൾ മാറ്റിയ പേരാണ്. ഖാല, അങ്ങനെ ഫൻതലഖമാഹു, നബി തങ്ങൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യന്റെ മകൻ അബ്ദുള്ളയോട് കൂടെ പോയി. എന്നിട്ട് ഹത്താ ഷഹീദഹു, അയാളുടെ മരണത്തിന് സാക്ഷിയായി, വഅൽബസഹു ഖമീസഹു വഹുവ അറഖുൻ വസല്ല അലൈഹി, നബി തങ്ങളുടെ കുപ്പായം ഊരിക്കൊടുത്തു. ആ കുപ്പായം മരിച്ചു കിടക്കുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യന് ധരിപ്പിച്ചു. അബ്ദുല്ലാഹിബിൻ ഉബയ്യന്റെ പേരിൽ തങ്ങൾ നിസ്കരിച്ചു. എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ള മോഹം. ഫഖീല ലഹു, അപ്പൊ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അതുസല്ലി അലൈഹി വഹു മുനാഫിഖുൻ, മുനാഫിഖായ അബ്ദുല്ലാഹിബിൻ ഉബയ്യന്റെ മേലിൽ തങ്ങൾ നിസ്കരിക്കുകയാണോ? ഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ഖാല ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 വട്ടം ചോദിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ വല അസ്തഗ്ഫിറന്ന ലഹു 70 വ70 വ70, 70 വേറെ 70 ഒക്കെ ഞാൻ ചോദിച്ചു നോക്കുന്നു. ആ സംഭവം വിശദമായി തന്നെ ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ വരുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബയ്യന്റെ മകൻ അബ്ദുല്ലാ നബി വിശ്വാസങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഫസഅലഹു അൻ യുഅതിയഹു ഖമീസഹു യുകഫനു ഫീഹി അബാഹു, വാപ്പാനെ കഫൻ ചെയ്യാൻ വേണ്ടി നബി തങ്ങളുടെ കുപ്പായം തരണം എന്ന് പറഞ്ഞു. ഫഅതാഹു, അപ്പൊ നബി തങ്ങൾ അത് കൊടുത്തു. സുമ്മ സഅലഹു അൻ യുസല്ലി അലൈഹി, വാപ്പാന്റെ മേൽ നിസ്കരിക്കണമെന്ന് മകൻ വന്നിട്ട് പറഞ്ഞു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അലൈഹി, അപ്പൊ നബി തങ്ങൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യന്റെ മേൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഫഖാമ ഉമർ, അപ്പൊ ഉമറുല്ലാഹ് എഴുന്നേറ്റിട്ട് ഫഅഖദ ബിസൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു കുപ്പായം കൊണ്ട് പിടിച്ചു. ഫഖാല, സൗബ് പിടിച്ചിട്ട് ഉമറുല്ലാഹ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, തുസല്ലി അലൈഹി, നിങ്ങൾ അയാളെ മേൽ നിസ്കരിക്കുക. വഖദ് നഹാക റബ്ബുക അൻ തുസല്ലി അലൈഹി, അവന്റെ മേൽ പ്രാർത്ഥിക്കുന്നത് തങ്ങളെ അല്ലാഹു തആല വിരോധിച്ചിട്ടില്ലേ? അവന്റെ മേൽ പ്രാർത്ഥിക്കണ അല്ലാഹ് വിരോധിച്ചില്ല, എങ്ങനെ നിങ്ങൾ നിസ്കരിക്കണോ വെച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഖയ്യറനില്ലാഹു, അല്ലാഹ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, പൊറുക്കലിനെ ചോദിച്ചോ അല്ലെങ്കിൽ ചോദിക്കാതിരുന്നോ, രണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 വട്ടം ചോദിച്ചാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹ് പൊറുക്കൂലാന്നും പറഞ്ഞിട്ടുണ്ട്. വസഅസീദുഹു അല 70, ഞാൻ 70 അധികം ചോദിച്ചു നോക്കട്ടെ, എനിക്കൊരു അനുമതി ഉണ്ടല്ലോ, അനുമതി വെച്ച് ഞാൻ ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കാല ഉമറുല്ലാഹിനാണല്ലോ, ഇന്നഹു മുനാഫിഖുൻ, ആണ് മുനാഫിഖാ നബിയെ. ഉമറുല്ലാഹിന് പല രീതിയിലും വേറെ ആർക്കാ ധൈര്യം വരിക, നബി തങ്ങളുടെ വസ്ത്രങ്ങൾ പിടിച്ചിട്ട് നിങ്ങൾ എങ്ങനെ നിസ്കരിക്കാം. വേറൊരു വിവാഹത്തിലുണ്ട്, മുന്നിക്കാട് നിന്നു എന്നാ പറഞ്ഞു. നബി തങ്ങളുടെ മുന്നിക്കാട് നിന്നിട്ട് നിങ്ങൾ എങ്ങനെ നിസ്കരിക്കുക, ഇയാൾ മുനാഫിഖല്ലേ എന്ന് മാത്രമല്ല, അവൻ ചെയ്ത പലതും എടുത്തു പറഞ്ഞു, ഇന്ന വാക്ക് പറഞ്ഞവനല്ലേ, ഇന്നത് ചെയ്തവനല്ലേ എന്നൊക്കെ. എങ്കിൽ എന്തായാലും ഫസല്ല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ നിസ്കരിച്ചു. നബി തങ്ങൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യന്റെ മേൽ നിസ്കരിച്ചു. ഫഅൻസലല്ലാഹു അസ്സ വജല്ല, നിസ്കരിച്ച് തിരിച്ചു നടക്കുമ്പോ നിസ്കരിച്ചു, കഫൻ ചെയ്തു, മറമാടി, അതൊക്കെ കഴിഞ്ഞ് നബി തങ്ങൾ തിരിച്ചു പോരുമ്പോ അല്ലാഹു തആല പുതിയ ആയത്തിറക്കി, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി, വലാ തുസല്ലി, നബിയെ തങ്ങൾ നിസ്കരിക്കരുത്, അലാ അഹദിൻ മിൻഹും മാത അബദ, അവരിൽ നിന്ന് മരിച്ച ഒരാളുടെ മേലും ഒരു കാരണവശാലും ഒരു കാലത്തും തങ്ങൾ നിസ്കരിക്കരുത്. വലാ തഖും അലാ ഖബ്രിഹി, അവന്റെ ഖബറിന്റെ മേലിൽ നിൽക്കും ചെയ്യരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തങ്ങൾ ഖബറിനെ പോകരുത്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ നിർദ്ദേശത്തിനനുസരിച്ച് ഖുർആൻ ഇറങ്ങിയ സ്ഥലങ്ങളിലൊന്നാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തെമ്മാടികളായ ജനങ്ങളെ അല്ലാഹ് നിർവഴിക്കാക്കൂല. നബി തങ്ങൾക്ക് തന്നെ താല്പര്യം ഉണ്ടായിട്ടും കാര്യമില്ല, പരിധി വിട്ടാ പിന്നെ അവരെ നന്നാക്കാൻ അല്ലാഹ് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ റൂഹുൽ ബയാനിൽ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ ക്ലോക്കിൽ നോക്കണ്ട, അവസാനിപ്പിക്കുകയാണ്. വമിൻഹു യുഅലമു അന്നൽ ജദ്ബത മിൻ ജാനിബിൽ മുർഷിദി വഇൻ കാന ലഹാ തഅ്സീറുൻ അദീമുൻ, ഒരു മുർഷിദായ വലിയ ഒരു മുരീദിനെ നന്നാക്കണമെന്ന് വിചാരിച്ചാലും, അങ്ങനെ ഒരു മുർഷിദായ വലിയന്റെ ശ്രമത്തിന് വലിയ തഅ്സീറുണ്ട്, പക്ഷേ
ലാക്കിൻ ഇദാ കാന ജാനിബുൽ മുരീദി ഖാലിയൻ അനിൽ ഇറാദ, മുരീദിന് ഇറാദത്തില്ലെങ്കിൽ ലം യൻഫഉഹു ദാലിക, ഉപകാരപ്പെടൂല. മുർഷിദായ വലിയ തന്നെ വിചാരിച്ചാലും മുരീദിനും വേണൊരു ഇറാദത്ത്. ആളടുത്തൊക്കെ പോയിട്ടും കാര്യമില്ല, അവനാന് നന്നാവണം എന്നില്ലെങ്കിൽ ഏത് ഔലിയപ്പാപ്പാന്റെ അടുത്ത് പോയിട്ട് നന്നാകാൻ പോണില്ല. അലാ തറ, കണ്ടുകൂടെ, അന്ന ഇസ്തിഗ്ഫാർ നബി അലൈഹിസ്സലാം ലൈസ ഫൗഖഹു ഷൈ, നബി തങ്ങളുടെ ഇസ്തിഗ്ഫാറിന്റെ മേലെ ഒന്നുമില്ലല്ലോ. മാ അന്നഹു ലം യുഅസ്സിർ ഫിൽ ഹിദായ, അതുകൊണ്ടൊന്നും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് കാര്യം ഉണ്ടായില്ല. നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തു, നിസ്കരിച്ചു, അവിടുത്തെ കുപ്പായ ഊരിക്കൊടുത്തു എന്ന് മാത്രമല്ല, ഖബറിൽ ഇറങ്ങിയിട്ട് അവന്റെ ശരീരത്തിൽ നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് തുപ്പിക്കൊടുത്തു. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്തു നോക്കി, കാര്യമില്ല. അല്ല പ്രകാശം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു വലിയ വിചാരിച്ചിട്ട് മുരീദിന് പ്രകാശം കൊടുക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായ പ്രകാശം ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് വരിക തന്നെ വേണം. ഒരു ഷെയ്ഖ് അയാളെ ഖിദ്മത്തിലായി 20 വർഷം കഴിഞ്ഞ ഒരു മുരീദിന്റെ ഒപ്പം അലാ ഖറിയത്തിൽ, ഒരു ഗ്രാമത്തിലൂടെ നടന്നുപോയി. ഒരു ഷെയ്ഖ് അയാളുടെ മുരീദ് 20 കൊല്ലായി ഷെയ്ഖിന് സേവനം ചെയ്യാണ്, ഖിദ്മത്തില. ആ മുരീദിനെയായിട്ടൊരു ഷെയ്ഖ് ഇങ്ങനെ ഒരു നാട്ടിലൂടെ നടന്നു പോവാണ്. ഫീഹ ഷെയ്ഖുൻ ഫാനിൻ, ഒരു വയസ്സൻ മനുഷ്യനുണ്ട് ആ നാട്ടില്. യദ്രിബു തബല, മൂപ്പർക്ക് പണി ചണ്ടമുട്ടാണ്. ഒരു വയസ്സൻ തന്ത ചണ്ടം മുട്ടി പാട്ടൊക്കെ പാടിങ്ങനെ നടക്കുന്ന ഒരു വയസ്സൻ തന്തനെ കണ്ടുമുട്ടി. ഫഅശാറ ഇലൈഹി ഷെയ്ഖു, അപ്പൊ ഷെയ്ഖ് അയാളിലേക്ക് ഒന്ന് ഇശാറത്താക്കി. ഫതറഹ തബല, അപ്പൊ മൂപ്പര് ചണ്ട വലിച്ചെറിഞ്ഞിട്ട് വതബിയാഹു, ഷെയ്ഖിന്റെ കൂടെ കൂടി. വയസ്സായി, തന്തയായ വയസ്സനാണ്. ഇത്രയും കാലമായിട്ട് മൂപ്പര പണി ചണ്ടമുട്ടലും പാട്ടുപാടലും ഒക്കെയാണ്. പക്ഷെ ഷെയ്ഖിന്റെ ഒരു നോട്ടം കൊണ്ട് മൂപ്പര് ചണ്ടൊക്കെ ഒഴിവാക്കി എറിഞ്ഞിട്ട് ഷെയ്ഖിന്റെ കൂടെ കൂടി. ഹത്താ ഇദാ കാനു അലാ സാഹിൽ ബഹരി, അങ്ങനെ അവർ സമുദ്രത്തിന്റെ തീരത്തെത്തി. അൽഖ ഷെയ്ഖു സജ്ജാദത്തുഹു അലൽ ബഹർ, അപ്പൊ ഈ ഷെയ്ഖ് വലിയ അയാളുടെ മുസല്ല കടലിലിട്ടു. വഖഅദ അലൈഹാ മഅ തബ്ബാലി, ഈ ചണ്ടമുട്ടുകാരനോടൊപ്പം ഷെയ്ഖും കടലില് രണ്ടാളും കൂടി സജ്ജാദ് കയറി കുത്തിർന്നു കടലില്. വബഖിയൽ മുരീദുൽ അതീഖു ഫി സാഹിലി, പക്ഷെ മുരീദ് 20 കൊല്ലം ഖിദ്മത്ത് ചെയ്ത മുരീദിന് കയറാൻ കഴിയണില്ല, മൂപ്പര് കരയിൽ തന്നെയാണ്. യസീഹു കൈഫ ദാലിക, ഇതിപ്പോ എന്താ പണി, ഞാൻ 20 കൊല്ലപ്പങ്ങളൊപ്പം നടന്നിട്ട് എനിക്ക് കടൽക്ക് കടക്കാൻ കഴിയണില്ല, ഇതുവരെ ചണ്ടുമുട്ടി നടന്ന ആള് ഇപ്പങ്ങളൊപ്പം കൂടിയപ്പോ മൂപ്പര് നേരെ സജ്ജാദിൽ കയറി കുത്തിർപ്പം ചെയ്യുന്നു, ഇതെന്താ പണി എന്ന് വെച്ചു. ഫഖാല ഷെയ്ഖു, അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, ഹാക്കദാ ഖളാഉല്ലാഹി തആല, അള്ളാഹിന്റെ തീരുമാനം എങ്ങനെയാണ്. എന്താ വിഷയം? 20 കൊല്ലം ഖിദ്മത്ത് ചെയ്തിട്ട് കാര്യമില്ല, മുരീദിന് ഇറാദത്ത് വേണം, അപ്പോഴേ മുരീദാവുള്ളൂ. കുറെ കാലം ഒപ്പം നടന്നിട്ടൊന്നും കാര്യമില്ല, ഇറാദത്ത് വേണം. ഇയാൾ ഇത്രയും കാലം ചണ്ടമുട്ടിയാലും ഒരു ഇഷാറത്ത് കൊണ്ട് അതൊക്കെ ആയിട്ട് വലിച്ചെറിഞ്ഞിട്ട് അയാൾ മുരീദ, യഥാർത്ഥ മുരീദ്. അയാളുടെ മനസ്സിൽ ഇറാദത്തിന് നന്നാവണം, മനസ്സിൽ നന്നാവണം എന്നില്ലാതെ ആര് വിചാരിച്ചാലും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഷെയ്ഖിന് എന്നോട് നന്നാക്കി കൂടെ വെച്ചിട്ട് കാര്യമില്ല. അത് മുശ്രിക്കീങ്ങൾ പണ്ട് ചോദിച്ചതാണ്, ഞങ്ങൾ ഞങ്ങളോട് നന്നാക്കിക്കാളീൻ നിബിതങ്ങളോട്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ അള്ളാഹ് നന്നാക്കൂലേ? അതൊക്കെ മുശ്രിക്കീങ്ങളുടെ ചോദ്യമാണ്. അവനവനൊരു ഇറാദത്തുണ്ടെങ്കിലേ നന്നാവുള്ളൂ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞു വന്നത് മുനാഫിക്കുകളുടെ സ്വഭാവം അല്ലാഹു തആല സൂറത്തുൽ മുനാഫിഖീനിൽ പറഞ്ഞ ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ്. ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ല. ഹും അവര്, അല്ലദീന ഒരു വിഭാഗമാണ്, യഖൂലൂന അവർ പറയുന്നു, ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലുള്ളവരുടെ മേലിൽ നിങ്ങൾ ചിലവ് ചെയ്യരുത്.
അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലുള്ളവരുടെ മേലിൽ നിങ്ങൾ ചിലവ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് മുനാഫിഖീങ്ങൾ. ഹത്താ യംഫർ, അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ മേലിൽ ഒരു ചെലവും ചെയ്യരുത് എന്ന് പരസ്പരം പറയുന്നവരാ മുനാഫിഖീങ്ങൾ. എന്നാൽ മുനാഫിഖീങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖജനാവുകൾ അള്ളാഹുവിനുള്ളതാണ്. മുനാഫിഖുകൾ ചെലവ് ചെയ്തില്ല എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയാതെയാവില്ല. ആകാശഭൂമികളുടെ ഖജനാവുകളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. വലാകിന്നൽ മുനാഫിഖീന, പക്ഷേ മുനാഫിഖീങ്ങൾ ലാ യഫ്ഖഹൂൻ, അവർ കാര്യം ഗ്രഹിക്കുന്നില്ല. കാര്യത്തെപ്പറ്റി ശരിയായ ബോധം അവർക്കില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل. അവർ പറയുന്നു ലഇൻ റജഅന, ഞങ്ങൾ മടങ്ങിയാൽ ഇലൽ മദീനത്തി, മദീനയിലേക്ക്, ഈ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ ലയുഖ്രിജന്ന, തീർച്ചയായും പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും, അൽ അഅ്സു, ഏറ്റവും അന്തസ്സുള്ളവൻ, അൽ അദല്ല, നിന്ദ്യനായവനെ. ഏറ്റവും പ്രതാപമുള്ളവർ ഏറ്റവും നിന്ദരായവരെ മദീനയിൽ നിന്ന് പുറത്താക്കും, മദീനത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയാൽ എന്നും അവർ പറയുന്നു. അവിടെയും അല്ലാഹു തആല അവരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനുള്ളതാണ് ഇസ്സത്ത്. അന്തസ്സുള്ളവർ അന്തസ്സില്ലാത്തവനെ പുറത്താക്കുമെന്ന് പറയുന്നവർ ഓർക്കണം, എല്ലാ അന്തസ്സും അള്ളാഹുവിൻ്റെതാണ്. വലില്ലാഹിൽ ഇസ്സത്തു, ഇസ്സത്ത് അള്ളാഹുവിനുള്ളതാണ്. വലി റസൂലിഹി, പിന്നെ അള്ളാഹുവിന്റെ റസൂലിനുമുള്ളതാണ്. വലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കുമുള്ളതാണ്. അന്തസ് അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമുള്ളതാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, പക്ഷേ മുനാഫിഖീങ്ങൾക്ക് കാര്യം അറിയില്ല, അവർ കാര്യം അറിയുന്നില്ല എന്ന് മാത്രം. ഇതാണ് നാം പറഞ്ഞു വന്നിരുന്ന ഭാഗം. അത് സംബന്ധമായ ഏതാനും ചില വ്യാഖ്യാനങ്ങൾ കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു അബ്ദുല്ലാഹിബിൻ ഉബയ്യാണ് മദീനയിലുണ്ടായിരുന്ന മുനാഫിഖുകളുടെ നേതാവ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യാണ് ഈ വാക്കുകളൊക്കെ പറഞ്ഞ ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മേൽ നിങ്ങൾ ചെലവ് ചെയ്യരുത്, അവരൊക്കെ ഒഴിഞ്ഞു പോവട്ടെ, മദീനയിലേക്ക് കുടിയേറി പാർത്ത അന്തസ്സുകെട്ട ആളുകളെയൊക്കെ ഞങ്ങൾ മദീനയിലേക്ക് എത്തിയാൽ മദീനയുടെ അടിസ്ഥാന താമസക്കാരായ അന്തസ്സുള്ള ഞങ്ങൾ അവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ ഉബയ്യായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഈ സംഭവത്തിനു ശേഷം, നാം പറഞ്ഞിട്ടുണ്ട് ബനുൽ മുസ്തലിഖ് യുദ്ധമാണിത് എന്നാണ് പ്രസിദ്ധമായ അഭിപ്രായം. ഈ സംഭവത്തിനു ശേഷം അബ്ദുല്ലാഹിബിൻ ഉബയ്യ് മദീനയിലേക്ക് തിരിച്ചു വന്നെങ്കിലും കൂടുതൽ കാലം ജീവിച്ചിരുന്നില്ല. ആലൂസിയിൽ പറയുന്നുണ്ട്, ثم إني لم أقف في شيء مما أعول عليه على أن ابن أبي كان مريضا إذ ذاك. അസമയത്ത് അയാൾ രോഗിയായിരുന്നു എന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ അബ്ദുബിൻ ഹമീദ് റിവായത്ത് ചെയ്യുന്നൊരു ഹദീസിൽ ഇബ്നു സീരീനെ തൊട്ടുണ്ട്, വല്ലാഹി ലഇൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദല്ല എന്ന് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് പറഞ്ഞിട്ട് ബി അയ്യാമിൻ ഖലായില, അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇസ്തക, അയാൾക്ക് രോഗമായി. വസ്തദ്ദ വജഉഹു, അയാളുടെ രോഗം ശക്തിയായി. ആ അസറിൽ വഫീഹി അന്നഹു ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ദഹബ ഇലൈഹി ബിശഫാഅത്തി വലദിഹി. ആ സംഭവത്തിൽ അതേമാതിരി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് തന്റെ പുത്രന്റെ ശഫാഅത്തുമായി, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് തന്റെ പുത്രന്റെ ശഫാഅത്തുമായി നബി തങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ട് പുത്രൻ ചെന്ന് പറഞ്ഞത്, പറയാൻ പിതാവ് ഏൽപ്പിച്ചത്, ഹാജത്തി ഇദാ അന മിത്തു അൻ തഷ്ഹദ ഗസ്ലി, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ആവശ്യം, ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ മരണാനന്തര ക്രിയകൾക്ക് നിങ്ങൾ സാക്ഷിയാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മകൻ മുഖേന അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ആവശ്യപ്പെട്ടു. എന്റെ കുളിക്ക് നിങ്ങൾ സാക്ഷിയാവണം, എന്നെ കുളിപ്പിക്കുന്നതിനും വതുകഫിനനി ഫീ സലാസത്തി അസ്വാബിൻ മിൻ അസ്വാബിക, നിങ്ങളുടെ 3 വസ്ത്രങ്ങളിൽ എന്നെ നിങ്ങൾ കഫൻ ചെയ്യണം. വതംശി മഅ ജനാസത്തി, എന്റെ ജനാസയോടൊപ്പം നിങ്ങൾ നടക്കണം. വതുസല്ലി അലയ്യ, എന്റെ മേൽ നിസ്കരിക്കും വേണം. അങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് വസിയ്യത്ത് ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഫഫഅല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. ഫനസലത് ഹാദിഹിൽ ആയ,
അത് ചെയ്തതിന്റെ ശേഷമാണ് ഈ ആയത്ത് ഇറങ്ങിയത്. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ വലാ തഖും അലാ ഖബ്രിഹി. സൂറത്തു തൗബയിലെ ഈ ആയത്ത്. അവരിൽ നിന്ന് മരിച്ച ഒരാളുടെ മേലും തങ്ങൾ നമസ്കരിക്കരുത്, അവരുടെ ഖബറിന്റെ മേലിൽ തങ്ങൾ നിൽക്കുകയും ചെയ്യരുത്. നമസ്കരിക്കുക, ഖബറിന്റെ മേലിൽ നിൽക്കുക രണ്ട് കാര്യങ്ങളാണ്. നിസ്കരിക്കാനും പാടില്ല, ഖബറിന്റെ മേലിൽ നിൽക്കാനും പാടില്ല മുനാഫിഖീങ്ങൾക്ക്. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് ഇതൊക്കെ വേണം. മുഅ്മിനീങ്ങളുടെ പേരിൽ തങ്ങൾ നമസ്കരിക്കണം, മുഅ്മിനീങ്ങളുടെ ഖബറിൽ തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഹസൻ ഇബ്നു അലി അലാ റസൂലില്ലാഹി വഅലൈഹിമാ സ്വലാത്തു വസ്സലാം. ഹസൻ ഇബ്നു അലി, അലി റളിയല്ലാഹു പുത്രൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റജുലൻ ഖാല ലഹു, ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നന്നാസ യസ്അമൂന അന്ന ഫീക തീഹൻ, നിങ്ങളിൽ കുറച്ചൊരു തീഹുണ്ട്, ഒരു എടുപ്പ്, പൊങ്ങച്ചം എന്നല്ല എന്ന് പറയാം, ഒരു നടത്തത്തിലൊക്കെ കുറച്ച് മുന്നോട്ടൊരു എടുപ്പ് നിങ്ങളിലുണ്ട് എന്ന് ആൾക്കാർ പറയുന്നു. കാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൈസ ബി തീഹിൻ, അത് നിങ്ങൾ വിചാരിച്ച മാതിരി അങ്ങനെ ഒരു എടുത്തു കാണിക്കലല്ല, വലാകിന്നഹു ഇസ്സത്തുൻ, അത് ഇസ്സത്താണ് എന്ന് പറഞ്ഞിട്ട് വതലാ ഹാദിഹിൽ ആയ, ഈ ആയത്താണ് അദ്ദേഹം ഓതിയത്. ഏത്? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനുള്ളതാണ് അന്തസ്, മുഅ്മിനീങ്ങൾക്കും റസൂലിനും മുഅ്മിനീങ്ങൾക്കും ഉള്ളതാണ് അന്തസ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അന്തസ് കൊടുത്തിട്ടുണ്ട്, ആ അന്തസ് അവർ പ്രകടിപ്പിക്കണം. ഹസൻ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വളരെയധികം സുഗന്ധം പൂശി വളരെ ഉഷാറോടുകൂടിയായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. ചില ആളുകൾ ഇതൊരു അഹങ്കാരാണ് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഉരീദ ഇഹ്തിഹി അൽ കിബറു, തീഹ് കൊണ്ട് ഉദ്ദേശിച്ചത് കിബറാണ്, കുറച്ചൊരു എടുത്തു കാണിക്കല്, ഒരാളായി നടക്കല്. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഇത് അഹങ്കാരമല്ല, മറിച്ച് ഇത് ഇസ്സത്താണ്. ഒരു മുഅ്മിന് അവന്റെ ഇസ്സത്ത് പ്രകടിപ്പിക്കണം, അത് വിരോധമല്ല, അത് അഹങ്കാരമല്ല. വഅശാറ അൽ ഇസ്സു ഇലാ അന്ന അൽ ഇസ്സത ഗൈറുൽ കിബ്രി. വഅശാറ അൽ ഇസ്സു, ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഇലാ അന്ന അൽ ഇസ്സത ഗൈറുൽ കിബ്രി, ഇസ്സത്ത് എന്നതും കിബ്ർ എന്നതും രണ്ടാണ്, ഇസ്സത്ത് കിബ്റല്ല. വഖദ് നസ്സ അലാ ദാലിക അബൂ ഹഫ്സൻ സുഹ്റവർദി ഖുദ്ദിസ സിർറുഹു, സുഹ്റവർദി ഇമാം അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അൽ ഇസ്സത്തു ഗൈറുൽ കിബ്രി, ഇസ്സത്ത് കിബ്റല്ല. لأن العزة معرفة الإنسان بحقيقة نفسه وإكرامها ألا يضعها لأقسام عاجلة. ഒരു ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ നഫ്സിന്റെ ഹഖീഖത്ത് എന്താണെന്ന് അറിയാം, എന്നിട്ട് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ നഫ്സിനെ നശിപ്പിക്കാതിരിക്കുക, അവനവനെ സ്വയം അറിയുക. വിലയുണ്ട് അവനവന്, ഒരു മനുഷ്യന് വിലയുണ്ട്. ആ വില അറിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് കേവലം ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ നഫ്സിനെ നശിപ്പിക്കല്ല വേണ്ടത്. ആഖിറത്തിന് ശാശ്വതമായ ഒരു ജീവിതത്തിന് ആ നഫ്സിനെ പാകപ്പെടുത്തണം. അപ്പൊ അവനവന്റെ വില അറിയുന്നത് കിബറല്ല, അത് ഇസ്സത്താണ്. അതേ സമയത്ത് കമാ അന്നൽ കിബറ ജഹ്ലുൽ ഇൻസാനി ബി നഫ്സിഹി, ഒരാൾക്ക് തന്നെ അറിയാതിരിക്കലാണ് കിബർ എന്ന് പറഞ്ഞത്. അവനവനെ അറിയുന്നത് കിബറല്ല, അറിയാതിരിക്കലാ കിബർ. ഞാൻ ആരാണെന്ന് അറിയാത്ത നടത്തം. വഇൻസാലുഹ ഫൗഖ മൻസിലതിഹ, എന്നിട്ട് അതിന്റെ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനത്ത് നഫ്സിനെ അവതരിപ്പിക്കുക. ഒരാൾ അർഹിക്കുന്ന സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനത്ത് സ്വയം അവരോധിക്കുന്നതാണ് കിബർ എന്ന് പറഞ്ഞത്. സ്വന്തം നഫ്സിന്റെ വലിപ്പം എന്താണ് എന്ന് സ്വയം ബോധ്യപ്പെടുന്നത് ഇസ്സത്താണ്. അത് രണ്ടാണ്. ഫൽ ഇസ്സത്തു ദിദ്ദു ദില്ലത്തി, ഇസ്സത്തിന്റെ എതിര് ദില്ലത്താണ്. അസീസ് ദലീൽ, ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദല്ല. ഇസ്സത്തിന്റെ എതിര് ദില്ലത്താണ്, നിന്യനാവുക എന്നതാണ് അന്തസ് എന്നതിന്റെ എതിര്. അപ്പൊ ഒരാൾ അന്തസ്സുള്ളവനാവുക എന്ന് പറഞ്ഞാൽ അവൻ നിന്യനല്ലാതിരിക്കുക എന്നാ. കിബറോ കമാ അന്നൽ കിബറ ദിദ്ദു തവാദു, കിബർ എന്ന് പറഞ്ഞത് തവാദുവിന്റെ എതിരാണ്. അഹങ്കാരം എന്നത് വിനയത്തിന്റെ എതിരാണ്. വിനയം വേണം, അഹങ്കാരം ഉണ്ടാവരുത്. അതേ സമയത്ത് നിന്യത ഉണ്ടാവരുത്, അന്തസ് വേണം. മനുഷ്യൻ അന്തസ് കെട്ടവനാവരുത്, അതിനർത്ഥം അയാൾ നിന്യനാവരുത് എന്നാ. അതേ സമയത്ത് മനുഷ്യൻ അഹങ്കാരം കാണിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അഹങ്കാരം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ തവാദു വേണം, വിനയം വേണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നത്, ഒരാൾ അയാളുടെ അന്തസ്സോടുകൂടി നടക്കുന്നതും ജീവിക്കുന്നതും അതൊന്നും കിബറല്ല. അതാണ് ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുമ അവർ പറഞ്ഞത്. അങ്ങനെ പല മഹാന്മാരായ ആളുകളും അങ്ങനെയായിരുന്നു. അവരുടെ പ്രതാപം മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ ആ പ്രതാപം
വ്യക്തമാകുന്ന നിലയ്ക്ക് അവർ സഞ്ചരിച്ചിരുന്നു. അതിന് ഒരു കുഴപ്പമില്ല. എന്ന് മാത്രമല്ല, മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഒരു ദിവസം അങ്ങാടിയിലൂടെ വളരെ പ്രൗഢമായ രൂപത്തിൽ നടന്നു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ നല്ല വസ്ത്രം, അങ്ങേയറ്റത്തെ സുഗന്ധമൊക്കെ പൂശിയിട്ട്, ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫ്, ലോകപ്രസിദ്ധമായ ബുഖാരിയുടെ ഷറഹാണ് ഫത്ഹുൽ ബാരി, അതിന്റെ മുസന്നിഫാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അദ്ദേഹം അങ്ങാടിയിലൂടെ വളരെ പ്രൗഢിയോടെ നടന്നു പോകുമ്പോൾ അങ്ങാടിയിൽ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് പകൽ മുഴുവൻ ജോലി ചെയ്ത് അത്യാവശ്യ ജീവിതത്തിന് വേണ്ടി വളരെയേറെ മുഷിഞ്ഞ് കഷ്ടപ്പെട്ട്, കണ്ടാലും നാറും ശരീരമൊക്കെ ഒരു ജാതി പ്രയാസം, അധ്വാനിക്കുന്നതാണ് പാവം. അങ്ങനത്തെ ഒരു അമുസ്ലിമായ മനുഷ്യൻ, അയാൾ വന്നിട്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളോട് പറഞ്ഞു, നിങ്ങളല്ലേ ഹദീസ് റിവായത്ത് ചെയ്യാറുള്ളത്, നിങ്ങളൊക്കെ ഹദീസ് പറയാറുണ്ടല്ലോ, ദുന്യാവ് മുഅ്മിനിന്റെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ്. ദുനിയാവ് മുഅ്മിനിന്റെ ജയിലും കാഫിറിന്റെ സ്വർഗമാണ് നിങ്ങൾ ഹദീസ് പറയാറുണ്ടല്ലോ. ഈ അവസ്ഥ കാണുമ്പോൾ ആരുടേതാ ഇപ്പൊ ഇവിടെ സ്വർഗം, ആരുടേതാണ് ജയില്? നിങ്ങൾ നല്ല പ്രൗഢിയോടെ നല്ല വസ്ത്രത്തില് നല്ല ഉഷാറായി ഇങ്ങനെ നടക്കണ്, ഞാനിവിടെ കഷ്ടപ്പെട്ട് കാഫിറായ ഞാൻ അങ്ങേയറ്റം കഷ്ടപ്പെട്ട്, എവിടെ ഞങ്ങൾക്ക് ഇവിടെ സ്വർഗം? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ ഒരുക്കി വെച്ച സംഗതികളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ജയില, ഇങ്ങനെയൊക്കെ നടന്നാലും നിങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ ഒരുക്കി വെച്ച ശിക്ഷയിലേക്ക് നോക്കുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് സ്വർഗ്ഗമാണ്. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കണ തന്നെ സ്വർഗ്ഗ, കാരണം വരാൻ പോകുന്നത് അത്രയും വലിയ നരക. അപ്പൊ അത് സ്വർഗ്ഗാണെന്ന് മനസ്സിലാവും. ഞങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന അതിവലിയ വിശാലമായ സൗകര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒരു ജയില. ഈ തൽക്കാലം കുറച്ച് നല്ല വസ്ത്രമിട്ട് നടന്നാലും അല്ലെങ്കിൽ കുറച്ച് സുഗന്ധം പൂശിയാലും ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗമല്ല. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ എപ്പോഴും കീറിപ്പറഞ്ഞ് നായി പിടിച്ച് നടക്കണമെന്നൊന്നുമില്ല. അയാളുടെ അന്തസ്സ് പ്രകടിപ്പിക്കാൻ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും പ്രൗഢിയോടെയായിരുന്നു നടന്നത്. അത് മുഅ്മിനിന്റെ ഇസ്സത്താണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇനി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇങ്ങനെ പറഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തെ ഏറ്റവും വിദഗ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ യാത്ര പുറപ്പെടാറുണ്ടായിരുന്ന സമയത്തല്ല അവിടുന്ന് യാത്ര പുറപ്പെട്ടത്. എപ്പോഴും സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് കൂടുതൽ ചർച്ചകൾക്ക് അവസരം കൊടുക്കുകയല്ല ധിഷണാശാലിയായ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. അവിടെ ഇരുന്നാൽ പിന്നെയും വർത്താനങ്ങൾ കൂടുതൽ അകലച്ചകളിലേക്കും പ്രയാസങ്ങളിലേക്കും നയിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ആൾക്കാരോട് യാത്രക്ക് പുറപ്പെടാൻ പറഞ്ഞു. യുദ്ധമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോരാനിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വർത്താനൊക്കെ ഉണ്ടായത്. പക്ഷെ എങ്കിലും പോരാനുള്ള സമയം യാത്രക്കുള്ള സമയമായിരുന്നില്ല. യാത്രക്ക് സമയം തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെട്ടു. അതും വളരെ വേഗം യാത്ര ചെയ്തു. നടന്ന ആളുകൾ ക്ഷീണിച്ചു. മറ്റു വർത്തമാനങ്ങളിലേക്ക് അവർക്ക് അവസരം കൊടുക്കാതെ, എന്നിട്ട് ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് പിറ്റേന്ന് രാത്രി മുഴുവൻ നടന്നു. പിറ്റേന്ന് രാവിലെയും വെയിൽ ചൂടാകുന്നത് വരെ നടന്നു. പിന്നെ ഒരു മരത്തണൽ എല്ലാവരും കൂടി ഏകദേശം എത്തിയപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉറങ്ങിപ്പോയി യാത്രാക്ഷീണം കൊണ്ട്. മറ്റു വർത്തമാനങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കുക. ഉണ്ടായ ഒരു അപശബ്ദത്തെ കൂടുതൽ ശബ്ദമയമാക്കാതെ, കൂടുതൽ ബഹളമയമാക്കാതെ വിദഗ്ധമായി കൈകാര്യം ചെയ്തു. ഏതായാലും ഇതിനിടയിൽ ഈ സ്ഥലത്ത് വിശ്രമിക്കുമ്പോഴാണ് ആയത്തിറങ്ങിയത്. ആ സംഭവങ്ങളൊക്കെ നാം നേരത്തെ സൂചിപ്പിച്ചു. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ നീങ്ങി അദ്ദേഹത്തെ അല്ലാഹു തആല വാസ്തവപ്പെടുത്തി. അതിനൊക്കെ ശേഷം പൊതുവെ ഈ സംഭവങ്ങൾ ഫ്ലാഷായി. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അൻസാരികളിൽപ്പെട്ട ചില ആളുകളെ പറഞ്ഞു, നബി തങ്ങൾ അവരെ ഏൽപ്പിക്കണം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ കൊല്ലാൻ, ആ മുനാഫിഖിനെ കൊല്ലാൻ. നബി തങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്ന ആൾ എന്തിനു വെച്ചുകൊണ്ടിരിക്കണം? ഞാൻ വേണമെങ്കിൽ കൊല്ലാം, പക്ഷെ ഞാൻ കൊന്ന മുഹാജിറാണ്, പിന്നെ അത് പിന്നെയും പ്രശ്നങ്ങളാണല്ലോ. അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ കൊല്ലായിരിക്കുമല്ലോ അതിനേക്കാളും നല്ലത്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊന്നും പ്രതികരിച്ചില്ല. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോ അന്ന അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻ ഉബയ്യ്, അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്റെ മകൻ അബ്ദുള്ള, ഈ സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഫഖാല, ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, ഫഖാല, എന്നിട്ട്
അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്റെ പുത്രൻ അബ്ദുള്ള പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു ബലഗനി അന്നക തുരീദു ഖത്ല അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഫീമാ ബലഗക അൻഹു. എന്റെ പിതാവ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിനെ പറ്റി നിങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ നിങ്ങൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ കേട്ടു. ഫഇൻ കുൻത ഫാഇലൻ ഫമുർനി ബിഹി. അങ്ങനെ ചെയ്യാൻ തങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ എന്നോട് കൽപ്പിക്കണം, ആ കൃത്യം ഞാൻ നിർവഹിക്കാം. കാര്യം ഫഅന അഹ്മിലു ഇലൈക റഅസഹു, എന്റെ പിതാവിന്റെ തല നബി തങ്ങളുടെ അടുത്തേക്ക് ഞാൻ ചുമന്നു കൊണ്ടുവരും. ഫവല്ലാഹി ലഖദ് അലിമത്തിൽ ഖസ്റജു മാ കാന ലിഹാ മിർ റജുലിൻ അബവറ ബിവാലിദിഹി മിന്നി. അല്ലാഹുവാണ് സത്യം. ലഖദ് അലിമത്തിൽ ഖസ്റജു, ഖസ്റജ് ഗോത്രത്തിന് മൊത്തം അറിയാം. മദീനയിലെ ഏറ്റവും പ്രസിദ്ധമായ രണ്ട് ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. ആ ഖസ്റജിന്റെ നേതാവാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ്. ആ ഗോത്രത്തിന് മുഴുവൻ അറിയാം മാ കാന ലഹാ മിർ റജുലിൻ അബറ ബിവാലിദിഹി മിന്നി. ഖസ്റജ് ഗോത്രത്തിൽ എന്റെ പിതാവിനോട് ഞാൻ കാണിക്കുന്നത് പോലെയുള്ള പുത്രവാത്സല്യം കാണിക്കുന്ന ഒരു മകനുമില്ല. പിതാവിനോട് ബിർറ് ചെയ്യുന്നതിൽ എന്നെ അതിജയിക്കാൻ ഒരാളും ആ ഗോത്രത്തിലില്ല. അത്രമേൽ പിതാവിനോട് വാത്സല്യം കാണിക്കുന്ന പുത്രനാണ് ഞാൻ. ഇന്നി അഖ്ഷ അൻ തഅ്മുറ ബിഹി ഗൈരി ഫയഖ്തുലുഹു ഫലാ തദഉനി നഫ്സി അൻദുറു ഇലാ ഖാതിലി അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് യംശി ഫിന്നാസി ഫഅഖ്തുലുഹു. പിതാവിനോട് ഏറ്റവും അധികം കാരുണ്യം കാണിക്കുന്ന എന്നെ തന്നെ ഏൽപ്പിക്കണം പിതാവിനെ കൊല്ലാനെന്ന് ഞാൻ പറയാൻ എന്താ കാര്യം? മറ്റാരെങ്കിലും തങ്ങൾ ഏൽപ്പിച്ചാൽ എന്റെ പിതാവിനെ വേറെ ആരെങ്കിലും കൊല്ലുന്നത് ഞാൻ കാണുകയും എന്റെ പിതാവിന്റെ ഘാതകൻ ആൾക്കാർക്കിടയിലൂടെ നടന്നു പോകുന്നത് കാണുമ്പോ ഫഅഖ്തുലുഹു, ചിലപ്പോൾ ഞാൻ അയാളെ കൊന്നുപോകും എന്റെ പിതാവിനോടുള്ള എന്റെ താല്പര്യം കൊണ്ട്. ഫഅഖ്തുലു മുഅ്മിനൻ ബികാഫിരിൻ, അങ്ങനെ ഒരു മുഅ്മിനെ കാഫിറിന് പകരമായി ഞാൻ കൊല്ലേണ്ട ഒരവസ്ഥ വന്നു പോയാൽ ഫഅദ്ഖുലുൻ നാറ, എനിക്ക് നരകത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പിതാവിനെ കൊല്ലണമെങ്കിൽ ഞാൻ കൊല്ലാം. മറ്റാരെങ്കിലും കൊന്നാൽ എന്റെ പിതാവിന്റെ ഘാതകൻ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ എന്റെ സ്വാഭാവികമായും കുടുംബപരമായ എന്റെ അഭിമാനത്തിന് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഞാൻ അറിയാതെ, എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പിതാവിന്റെ ഘാതകനെ ഞാൻ കൊന്നുപോയി എന്ന് വരും. ഒരു മകന് പിതാവിനോടുള്ള കടപ്പാടാണത്. പക്ഷേ അതിനേക്കാൾ വലിയ കടപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാ. അതുകൊണ്ടാ പറഞ്ഞത്, ഇത്രമേൽ പിതാവിനെ സ്നേഹിക്കുന്ന ഞാൻ തന്നെ എന്റെ പിതാവിനെ കൊല്ലാം, മറ്റൊരാളെ കൊല്ലാൻ തങ്ങൾ ഏൽപ്പിക്കരുത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്റെ മകൻ അബ്ദുള്ളയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൽ നതറഫഖു ബിഹി, ഇല്ല, ഞാൻ അവനെ കൊല്ലാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നതറഫഖു ബിഹി, അവനോട് നാം കരുണ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വനുഹ്സിനു സുഹ്ബതഹു, അവനോടുള്ള സഹവാസം നന്നാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. മാ ബഖിയ മഅനാ, നമ്മളോടൊപ്പം ഉള്ളപ്പോഴൊക്കെ, നമ്മളോടൊപ്പം അബ്ദുല്ലാഹിബിൻ ഉബയ്യ് നിൽക്കുമ്പോഴൊക്കെ നല്ല സഹവാസത്തോടെയും സൗമ്യമായും പെരുമാറാനേ ഉദ്ദേശിക്കുന്നുള്ളൂ, കൊല്ലാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇക്രിമത്തും ഇബ്നു സൈദും വഗൈറുഹുമ മറ്റുള്ളവരും പറഞ്ഞു, അന്നന്നാസ ലമ്മാ ഖഫലു റാജിഈന ഇലൽ മദീന, ആൾക്കാർ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ വഖഫ അബ്ദുല്ലാഹി ഹാദാ അലാ ബാബിൽ മദീന, അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്റെ മകൻ അബ്ദുള്ള മദീനയുടെ ഗേറ്റിന്റെ മേലിൽ വന്നു നിന്നു. മദീനയിലേക്ക് യുദ്ധം കഴിഞ്ഞ ആളുകൾ വന്ന് വരാറുള്ള ആ വഴിക്ക് മദീനയിലേക്ക് പ്രവേശിക്കുന്ന ബാബിന്റെ മേലിൽ ബാബുൽ മദീനയുടെ അടുത്ത് വന്നു നിന്നു. വസ്തല്ല സൈഫഹു, എന്നിട്ട് തന്റെ വാൾ ഊരിപ്പിടിച്ചു. ഫജഅല അന്നാസു യമുറൂന അലൈഹി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്, അബ്ദുല്ലാഹിയുടെ അടുക്കലൂടെ ആൾക്കാരങ്ങനെ സഹാബികൾ യുദ്ധം കഴിഞ്ഞ് വരുന്നവർ ഓരോരുത്തർ നടന്നു പോകാൻ തുടങ്ങി. ഫലമ്മാ ജാഅ അബൂഹു അബ്ദുല്ലാഹിബിൻ ഉബയ്യ്, തന്റെ പിതാവ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് കൂട്ടത്തിൽ വന്നപ്പോ ഖാല ലഹു ഇബ്നുഹു, മകൻ അബ്ദുള്ള പറഞ്ഞു, വറാഅക്, മാറി നിൽക്കുന്നു പറഞ്ഞു. ഫഖാല, അപ്പൊ പിതാവ് ചോദിച്ചു, മാലക്ക, മോനെ നിനക്ക് എന്തു പറ്റി? ഇന്നോളം വാപ്പനോട് ഇങ്ങനെ പറയാത്ത, വാപ്പയെ അങ്ങേയറ്റം വാത്സല്യത്തോടെ സ്നേഹിച്ചു എപ്പോഴും വാപ്പയോടൊപ്പം നിന്നിരുന്ന മകൻ ആദ്യമായാണ് വറാഅക്, മാറി നിൽക്കാൻ പറയുന്നത്. വൈലക്ക്, നിനക്ക് എന്തു പറ്റി മോനെ? ഫഖാല, അപ്പൊ അബ്ദുള്ള പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ തജൂസു മിൻഹാ ഹുനാ ഹത്താ യഅ്ദന ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടുന്ന് ഒരടി നീ മുന്നോട്ട് വെക്കില്ല, നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം തരുന്നത് വരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം തരുന്നത് വരെ ഇവിടം വിട്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് സ്വന്തം മകൻ വാളൂരി പിടിച്ചുകൊണ്ട് നിന്ന് പറഞ്ഞു. കാരണം ഫഇന്നഹുൽ അസീസു വ അൻത ദലീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അന്തസ്സുള്ളവൻ, നിങ്ങളാണ് അന്തസ്സ് കെട്ടവൻ.
അന്തസ്സുള്ളവൻ പറയട്ടെ നിങ്ങളെ കടത്തണമെങ്കിൽ. ഫലമ്മാ ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ വകാന ഇന്നമാ യസീറു സാഖത്തൻ, നബി സ്വല്ലല്ലാഹു എപ്പോഴും പിന്നിലായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. നബി തങ്ങളുടെ ഹദീയിൽ നമ്മളത് പഠിച്ചതാണ്. നബി തങ്ങള് ഖായിദായിരുന്നില്ല, സായിഖായിരുന്നു. പിന്നിൽ നിന്ന് തെളിക്കുന്ന ആളാ. സൈന്യം മുമ്പിൽ നടക്കും, നബി തങ്ങൾ ഏറ്റവും അവസാനം നടക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ ഫശകാ ഇലൈഹി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നുഹു, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് നബി തങ്ങളോട് പറഞ്ഞു, എന്റെ മകൻ എന്നോട് ഇങ്ങനെയൊക്കെയാ പെരുമാറുന്നത്, എന്നെ കടത്താൻ വിടുന്നില്ല. ഫഖാല ഇബ്നുഹു അബ്ദുല്ലാഹ്, അപ്പം മകൻ അബ്ദുല്ല പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവാണ് സത്യം, ലാ യദ്ഖുലുഹാ ഹത്താ തഅ്ദന ലഹു, നിങ്ങൾ സമ്മതിക്കുന്നത് വരെ പിതാവ് മദീനയിലേക്ക് കടക്കൂല. ഫഅദിന ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു. ഫഖാല, അപ്പം മകൻ അബ്ദുള്ള പറഞ്ഞു, അമാ ഇദ് അദിന ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജുസിൽ ആൻ, ഇപ്പൊ നബി തങ്ങൾ സമ്മതം തന്നതുകൊണ്ട് കടന്നോളൂ. അപ്പൊ ഈ സംഭവത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പറഞ്ഞത് അല്ലാഹു തആല സാക്ഷാത്കരിക്കുകയായിരുന്നു. ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ, ആർക്കാണ് അന്തസ്സുള്ളത് എന്ന് അവിടെ വെച്ച് തന്നെ സ്വന്തം മകനിലൂടെ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. അബൂബക്കർ ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ ഫി മുസ്നദിഹി, അദ്ദേഹത്തിന്റെ മുസ്നദിൽ പറയുന്നുണ്ട്, ഖാല അബ്ദുല്ലാഹി ബിൻ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ, അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലിന്റെ മകൻ അബ്ദുള്ള പറഞ്ഞു, ലിഅബീഹി, തന്റെ പിതാവിനോട്, വല്ലാഹി ലാ തദ്ഖുലുൽ മദീനത അബദൻ ഹത്താ തഖൂൽ, മദീനയിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല നിങ്ങൾ പറയുന്നത് വരെ. എന്താ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഅ്സു വ അനൽ അദല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അന്തസ്സുള്ളവൻ, ഞാനാണ് അന്തസ്സുകെട്ടവൻ എന്ന് വിളിച്ചു പറയണം. അല്ലാതെ മദീനത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് സ്വന്തം മകൻ തന്നെ പിതാവിനോട് തിരുത്തി പറഞ്ഞു കൊടുത്തു. قال وجاء الى النبي صلى الله عليه وسلم فقال يا رسول الله انه بلغني انك تريد ان تقتل ابي فوالذي بعثك بالحق ما تأملت وجهه قط هيبة له. നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മകൻ അബ്ദുള്ള നബി തങ്ങളോട് വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ പിതാവിനെ നിങ്ങൾ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു എന്ന് എനിക്ക് വിവരം കിട്ടി. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവാണ് സത്യം, മാ തഅമ്മൽതു വജ്ഹഹു ഖത്തു ഹൈബത്തൻ ലഹു, ഞാൻ എന്റെ പിതാവിന്റെ മുഖത്തേക്ക് മുഖമെടുത്ത് നോക്കിയിട്ടില്ല ഹൈബത്ത് കൊണ്ട്. അത്ര പിതാവിനെ ആദരിക്കുന്ന ആളാ, നേർക്ക് നേരെ ഞാൻ നോക്കാറില്ല. അത്രയും ഞാൻ എന്റെ പിതാവിനെ ആദരിച്ചിരുന്നു. പക്ഷേ ലഇൻ ശിഅ്താൻ ആതീക ബിറഅസിഹി ലആതിയന്നക, ഞാൻ ഇതുവരെ നേരിട്ട് മുഖമുയർത്തി പിതാവിന്റെ മുഖത്തേക്ക് നോക്കാത്ത ഏതൊരു മുഖമുണ്ടോ ആ മുഖവും ആ തലയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് സമർപ്പിക്കാം. ഫഇന്നി അക്റഹു അൻ അറാ ഖാതില അബി, മറ്റൊരാൾ എന്റെ പിതാവിനെ കൊല്ലുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അൽ ഖുശൈരി ഇവിടെ പറഞ്ഞു, എന്താ ഇവർക്ക് സംഭവിച്ചത്? വല്ലാഹി ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ എന്ന് പറഞ്ഞില്ലേ, അന്തസ്സുള്ളവൻ അന്തസ്സുകെട്ടവനെ പുറപ്പെടുവിക്കുന്നു. സംഗതി ശരിയാ, പക്ഷേ സംഭവിച്ചത് ഇന്നമാ വഖഅലഹുൽ ഗലതു ഫീ തഈനിൽ അഅ്സി വൽ അദൽ, അന്തസ്സുള്ളവനാര് അന്തസ്സു കെട്ടവനാര് എന്ന് നിർണയിക്കുന്നിടത്ത് തെറ്റുപറ്റിയതാ. ഫതവഹമു അന്നൽ അഅ്സ ഹുമുൽ മുനാഫിഖൂൻ, അവർ വിചാരിച്ചത് മുനാഫിഖീങ്ങൾക്ക് അന്തസ്സ്, മുസ്ലിങ്ങൾ അന്തസ്സ് കെട്ടവരാണ്. പക്ഷേ വലാകിന്നൽ അംറ ബിൽ അക്സ്, കാര്യം എതിരായിരുന്നു. فلا جرم غلب الرسول صلى الله عليه وسلم والمسلمون وأذل المنافقون بقوله ولله العزة ولرسوله وللمؤمنين. അല്ലാഹു തആല പറഞ്ഞ ഈ വാക്ക് കൊണ്ട് തന്നെ അല്ലാഹുവിനാണ് ഇസ്സത്ത്, റസൂലിനാണ് ഇസ്സത്ത്, മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത്. അന്തസ്സുള്ളവൻ അന്തസ്സില്ലാത്തവനെ പുറപ്പെടുവിക്കും. പക്ഷേ അന്തസ് ആർക്കാ? അല്ലാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കും. എന്താ അല്ലാഹുവിന്റെ അന്തസ്? ലില്ലാഹി ഇസ്സുൽ ഇലാഹിയ്യ, ഇലാഹായിരിക്കുക എന്ന ഏറ്റവും വലിയ അന്തസ് അള്ളാഹുവിനുള്ളതാണ്. വലിയ റസൂൽ ഇസ്സുൻ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തിന്റെ ഇസ്സത്തുണ്ട്. വലിൽ മുഅ്മിനീന ഇസ്സുൽ വിലായ, മുഅ്മിനീങ്ങൾക്ക് വിലായത്തിന്റെ ഇസ്സത്തുണ്ട്. ഇലാഹ്, നബിയ്, വലിയ്, അള്ളാഹുവിനും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. വജമീഉ ദാലിക ലില്ലാഹ്, ഇതൊക്കെ അള്ളാഹു കൊടുക്കുന്നതാണ്, നുബുവത്തും വിലായത്തും. അതുകൊണ്ട് അതൊക്കെ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. ഫഇസ്സുഹുൽ ഖദീമു സിഫത്തുഹു, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖദീമായ സിഫത്താണ് അസീസ് എന്നത്. വഇസ്സുർ റസൂൽ വഇസ്സുൽ മുഅ്മിനീന ലഹു ഫിഅലൻ വമിന്നതൻ വഫളല, അള്ളാഹുവിൽ നിന്നുള്ള മിന്നത്തും ഫളലുമാണ് നബി തങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുമുള്ള ഇസ്സത്ത്. ഫഇദൽ ലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, സകല ഇസ്സത്തും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന്റെ ഇസ്സത്ത് ലാ സവാല ലഹ, അത് നീങ്ങിപ്പോണതല്ല.
ഒരവസ്ഥയിലും അള്ളാഹുവിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ഫഇസ്സത്തുൽ അംബിയാഇ ബിഅല്ലാ അസ്ല ലഹു, അംബിയാക്കളുടെ ഇസ്സത്ത് നഷ്ടപ്പെടൂല. കാരണം ഒരു നബിയെയും അല്ലാഹു തആല അസ്ല ചെയ്യൂല, സ്ഥാനം പിൻവലിക്കൂല. ഒരു നബിനെ കുറച്ചു കാലം നബിയാക്കിയിട്ട് പിന്നെ അതായിട്ട് ഒഴിവാക്കുക, നിങ്ങളത് പറ്റൂല എന്ന് പറഞ്ഞു ഒരു നബിയെയും അല്ലാഹു തആല അസ്ല ചെയ്യൂല. അതുകൊണ്ട് നുബുവ്വത്തിന്റെ ഇസ്സത്ത് കാലാകാലവും നിലനിൽക്കുന്നതാ. അള്ളാഹുവിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടാത്തതുപോലെ അംബിയാക്കളുടെ ഇസ്സത്തും നഷ്ടപ്പെടൂല, കാരണം നുബുവ്വത്ത് നഷ്ടപ്പെടൂല. വഇസ്സത്തുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ ഇസ്സത്തും നഷ്ടപ്പെടൂല. മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് എങ്ങനെ നഷ്ടപ്പെടാതിരിക്കല്? ബിഅല്ലാ യബ്ഖാ മിൻഹും മുഖല്ലദുൻ ഫിന്നാർ, മുഅ്മിനീങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും നരകത്തിൽ പോയാലും സ്വർഗത്തേക്ക് തന്നെ എത്തും. സ്വർഗത്തേക്ക് എത്തിയാൽ പിന്നെ അനന്തമായി നിരന്തരമായി സ്വർഗത്തിലെ ഇസ്സത്തോടെ അവർ വസിക്കുക. ചിലപ്പോൾ ചെറിയ ചില പ്രശ്നമൊക്കെ ഉണ്ടായി ചില തെറ്റൊക്കെ ചെയ്ത് നരകത്ത് പോയാലും മുഅ്മിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നില്ല. കാരണം കാലാകാലവും നരകത്തിൽ വസിക്കില്ല. മുഅ്മിനാണോ സ്വർഗത്ത് തന്നെ എത്തും. ഇസ്സത്ത് നിലനിൽക്കുന്നത് അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ്. അതുപോലെ മുനാഫിഖീങ്ങൾ പറഞ്ഞതാണ്, നബി തങ്ങളുടെ അടുക്കലുള്ളവരുടെ മേൽ ചെലവ് ചെയ്യരുത്, അവരെ കൊഴിഞ്ഞു പോവണം. അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകൾ അല്ലാഹ്ക്കാണ്. അള്ളാന്റെ കയ്യിലാണ് ആകാശഭൂമികളുടെ ഖജനാവുകളെങ്കിൽ ഖജനാവുകളുടെ അധിപന്റെ അടിമകളെ തൽക്കാലം ഇവർ പട്ടിണിക്കിട്ടിട്ട് തുരത്താമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഖാല റജുലുൽ ഹാത്തിമിൽ അസം റഹിമഹുല്ലാഹ്, ഹാത്തിമുൽ ഹസം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹം ജോലി ചെയ്യണമെന്നും ആരും കാണാറില്ല. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മിന്നൈനെ തേക്കുലോ, എവിടുന്ന് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പണിയൊന്നും ഇവിടെ കാണൂല. ഖാല മിൻ ഖസാനത്തി റബ്ബി, എന്റെ റബ്ബിന്റെ ഖജനാവിൽ നിന്നാണ്, എന്റെ റബ്ബിന്റെ ഖജനാവിൽ നിന്നാണ്. ഫഖാല റജുലു, അപ്പോൾ ആൾ ചോദിച്ചു, അയുൽഖി അലൈക്കൽ ഖുബ്സ മിനസ് സമാ, അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് പത്തിരിയും റൊട്ടിയൊക്കെ ഇങ്ങോട്ട് ഇട്ടു തരാണോ? അള്ളാന്റെ ഖജനാവ് എന്നാന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് ഇങ്ങനെ റൊട്ടി ഇറക്കി തരുന്നുണ്ടോ ചോദിച്ചു. ഫഖാല ഫഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ലൗ ലം തകുനിൽ അർദു ലഹു ഫീഹാ ഖസാഇനു ലകാന യുൽഖി അലയ്യൽ ഖുബ്സ മിനസ് സമാ, ഭൂമിയിൽ അല്ലാഹുവിന്റെ ഖജനാവ് ഇല്ലായിരുന്നുവെങ്കിൽ ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല റൊട്ടി ഇറക്കി തരുമായിരുന്നു. ഭൂമി തന്നെ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ ഖജാന. അള്ളാഹിന്റെ ഖജനാവുകൾ ആകാശത്ത് മാത്രമാണെങ്കിലല്ലേ ആകാശത്ത് നിന്ന് റൊട്ടി ഇറക്കി തരേണ്ടതുള്ളൂ. അള്ളാഹുവിന്റെ ഖജനാവുകൾ ഭൂമിയിലല്ലെങ്കിൽ എനിക്ക് അല്ലാഹു തആല ആകാശത്ത് നിന്ന് തന്നെ റൊട്ടി ഇറക്കി തരും. സക്കരിയ അലൈഹിസ്സലാം അത്ഭുതത്തോടെ മറിയം ബീവിയോട് ചോദിച്ചില്ലേ, അന്നാ ലക്കി ഹാദാ, എവിടുന്നാണ് ഈ സമയത്ത് ഇത്തരം പഴവർഗ്ഗങ്ങളൊക്കെ മിഹ്റാബിൽ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹിന്റെ അടുക്കൽ നിന്നാണ് നമ്മുടെ കണക്കുകൾക്ക് അതീതമായി അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം നൽകും. വമൻ യത്തഖില്ലാഹ യജ്അൽഹു മഖ്റജ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കൂട്ടുന്നിടത്തൊന്നുമല്ല അവന് റിസ്ക് കിട്ടുക. ഹാത്തിമുൽ അസം തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ അള്ളാഹുവിന് ഖജനാവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല എനിക്ക് റൊട്ടി ഇറക്കി തരുമായിരുന്നു, അപ്പം ഇറക്കി തരുമായിരുന്നു. ഖലഖല്ലാഹു ഫിൽ അർദിൽ അസ്ബാബ് വമിൻഹാ ഫത്ഹുൽ അബ്വാബ്, ഭൂമിയിൽ അല്ലാഹു തആല സബബുകൾ സൃഷ്ടിച്ചു, സബബിൽപ്പെട്ടതാണ് വാതിൽ തുറക്കുക എന്ന് പറഞ്ഞത്. വാതിലുകൾ തുറന്നു നോക്കണം, വാതിലുകൾക്കുള്ളിൽ അല്ലാഹു തആല ഖജനാവുകളാണ്, അവന്റെ നിക്ഷേപങ്ങൾ ഉണ്ടാവും. പക്ഷെ വാതിൽ നമ്മൾ തുറക്കണം, മുട്ടുവിൻ തുറക്കപ്പെടുന്ന. ജുനൈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖസാഇനുഹു ഫിസ് സമാവാതിൽ ഗുയൂബ് വഖസാഇനുഹു ഫിൽ അർദിൽ ഖുലൂബ്, ആകാശങ്ങളിലുള്ള അല്ലാഹുവിന്റെ ഖജനാവുകൾ ഗുയൂബാണ്, ഗൈബുകളാണ്. ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ ഖജനാവുകൾ ഹൃദയങ്ങളുമാണ്. ഫമൻ ഫസല മിനൽ ഗുയൂബി വഖഅ ഇലൽ ഖുലൂബ്, ഗൈബിൽ നിന്ന് വേർപെട്ട് വരുന്നത് ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് വരും. വമൻ ഫസല മിനൽ ഖുലൂബി സാറ ഇലൽ ഗുയൂബ്, ഹൃദയങ്ങളിൽ നിന്ന് വേർപെടുന്നത് ഗൈബിലേക്ക് അങ്ങോട്ട് എത്തും ചെയ്യും. ആകാശവും ഭൂമിയുമായുള്ള ബന്ധമാണ് ഔലിയാഇന്റെ ബന്ധം. അവരുടെ മനസ്സുകൾ അള്ളാഹുവിന്റെ ഖജനാവുകളാണ്, ഭൂമിയിലെ ഖജനാവുകളാണ്. അള്ളാഹുവിനാണ് അന്തസ്സുള്ളത് എന്നെടുത്ത് റൂഹുൽ ബയാൻ പറഞ്ഞിട്ടുണ്ട്. വമൻ അദബി മൻ അറഫ അന്നഹു തആല ഹുവൽ അസീസു അല്ലാ യഅതഖിദ ലിമഖ്ലൂഖിൻ ഇജ്ലാല, അള്ളാഹുവാണ് പ്രതാപമുള്ളവനെന്ന് അറിഞ്ഞ ഒരാളുടെ മര്യാദ മറ്റൊരു സൃഷ്ടിക്കും അമിതമായ ബഹുമാനം കൽപ്പിക്കാതിരിക്കുക എന്നതാണ്. അള്ളാഹുവാണ് അന്തസ്സുള്ളവൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ബഹുമാനങ്ങൾക്കൊക്കെ പരിധി വേണം. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നിടത്ത് ബഹുമാനിക്കണം,
അല്ലാഹു തആല അമ്പിയാക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, പിതാക്കന്മാരെ, ഉസ്താദുമാരെ, ഗുരുക്കന്മാരെ അങ്ങനെ ബഹുമാനിക്കാൻ പലരെയും നിർണയിച്ചു തന്നാൽ അവരെ ബഹുമാനിക്കണം. അല്ലാതെ റബ്ബിന് പൊരുത്തപ്പെടാതെ റബ്ബ് ബഹുമാനിക്കാൻ പറഞ്ഞത് കൊണ്ടല്ലാതെ ഒരാൾക്കും മഹത്വം കൽപ്പിക്കാൻ അല്ലാഹു അസീസാണ് എന്നറിയുന്ന ഒരാൾക്ക് സാധ്യമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവാദഅ ലിഗനിയ്യിൻ ലിഅജലി ഗിനാഹു ദഹബ സുലുസാ ദീനിഹി. മൻ തവാദഅ ലിഗനിയ്യിൻ, ഒരു പണക്കാരന് ഒരാൾ വിനയം കാണിച്ചു, ഒരു പണക്കാരനോട് വലിയ വിനയം. കാര്യം എന്താ? ലിഅജലി ഗിനാഹു, അവന്റെ പണത്തിന് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, അവന്റെ പ്രായത്തിന് വേണ്ടിയാണെങ്കിലും ഒക്കെ. ഇതവന്റെ പണത്തിന് വേണ്ടി, അവന് കുറച്ച് കാശുണ്ട് എന്നതിലപ്പുറം ബഹുമാനിക്കപ്പെടാൻ അവന് യാതൊരു യോഗ്യതയുമില്ല. അങ്ങനെയുള്ള ഒരു പണക്കാരനോട് അവന്റെ പണത്തിന് വേണ്ടി മാത്രം ഒരാൾ വിനയം കാണിച്ചാൽ ദഹബ സുലുസാ ദീനിഹി, അവന്റെ ദീനിന്റെ 2/3 പോയി എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബൂ അലി ദഖാഖ് എന്നവർ പറഞ്ഞു, ദീനിന്റെ 2/3 പോയി എന്ന് പറയാൻ കാരണം വിനയം കാണിക്കൽ 3 സംഗതികളെ കൊണ്ടാ. ഒന്ന് നാവ് കൊണ്ട്, ഒന്ന് ശരീരം കൊണ്ട്, ഒന്ന് ഹൃദയം കൊണ്ട്. നാവ് കൊണ്ട് ഇങ്ങനെ വളരെ വിനയത്തോടെ സംസാരിക്കും, ശരീരം കൊണ്ട് വിനയത്തോടെ അവന്റെ മുമ്പിൽ ഭവ്യതയോടെ നിൽക്കും, ഹൃദയത്തിൽ അവനെപ്പറ്റി വല്ലാത്തൊരു വിനയം, ഒരു കീഴ്പ്പാടുണ്ടാവും ചെയ്യും. ഫൈദാ തവാദഅ ലഹു ബിലിസാനിഹി വബദനിഹി. പക്ഷെ ഇങ്ങനെയുള്ള വിനയങ്ങളൊക്കെ, പണത്തിന് വേണ്ടിയുള്ള വിനയം ഹൃദയത്തിലുണ്ടാവില്ല, അത് നാവുമ്മിലും ശരീരത്തുമ്മിലും ഒതുങ്ങും. കാഴ്ചയിലുണ്ടാവും, അതുപോലെ നാക്കുമ്മിലും ഉണ്ടാവും. വർത്താനത്തിൽ നിങ്ങൾ തന്നെയാണ് സകലതും, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ശരീരം കൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ വേഗം എണീറ്റ് കൊടുക്കും, കസേരക്കാട് തുടച്ചു കൊടുക്കും, ഇങ്ങോട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും ഭയങ്കര സംഭവമാക്കും. പക്ഷേ വലം യഅ്തഖിദ് ലഹുൽ അളമത ബിഖൽബിഹി, ഹൃദയത്തിലൊരു വിലയുണ്ടാവില്ല. ഇങ്ങടൊക്കെ എനിക്കറിയാം എന്നേക്കാരെ ഹൃദയത്തിലുണ്ടാവുക. അതുകൊണ്ടാണ് ദഹബ സുലുസാ ദീനിഹി എന്ന്, ദീനിന്റെ 2/3 പോയി പറഞ്ഞത്. കാരണം ഹൃദയത്തിൽ എന്തായാലും ബഹുമാനമൊന്നുമില്ല. വന് ഹൃദയത്തിലും പണത്തോട്, പണക്കാരനോട് വലിയ ബഹുമാനാണെങ്കിലോ ദഹബ കുല്ലു ദീനിഹി, ദീൻ മുഴുവൻ പോയി. വലിഹാദാ ഖീല, അതുകൊണ്ടാണ് പറയപ്പെട്ടത്, ഇദാ അദുമർ റബ്ബു ഫിൽ ഖൽബി സൗറൽ ഖൽഖു ഫിൽ ഐൻ. റബ്ബ് ഹൃദയത്തിൽ വലുതായാൽ സൃഷ്ടികളിൽ കണ്ണിൽ ചെറുതാവും. ഒരാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് വലിപ്പമുണ്ടെങ്കിൽ അവന്റെ കണ്ണിൽ മറ്റു സൃഷ്ടികളൊക്കെ ചെറുതേക്കാണ്. അള്ളാഹുവാണ് അന്തസ് നൽകുന്നവനെന്ന് നീ അറിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നല്ലാതെ നീ അന്തസ് തേടില്ല. വലാ യകൂനുൽ ഇസ്സു ഇല്ലാ ഫി തഅതിഹി, അന്തസ് അള്ളാഹുവിന്റെ അനുസരണയിൽ മാത്രമാണ്.